ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى. على آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ കുറിച്ചറിയാനും വസിയ്യത്ത് എന്തൊക്കെയാണെന്ന് കേട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ആ വസിയ്യത്തുകൾ പൂർത്തീകരിക്കുവാനുമായി ആവേശപൂർവ്വം ഈ സദസ്സിലെത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തെ ഏതൊരു മുഅ്മിനിന്റെയും മനസ്സാന്തരാളങ്ങളെ വേദനിപ്പിക്കുകയും കണ്ണുകളെ ഈറനണിയിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തും വസിയ്യത്തും അതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് ജനിച്ചു വീണു. 40 വർഷം തൻ്റെ നാട്ടുകാരുടെയും കൂടെ പിടിച്ചു പറ്റിക്കൊണ്ട് പ്രവാചകൻ ജീവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. 40ാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പരിശുദ്ധമായ ദീൻ, തൻ്റെ പരിശുദ്ധമായ തൗഹീദിന്റെ ജനങ്ങൾക്ക് എത്തിക്കുവാനായി പ്രവാചകനെ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പ്രവാചകത്വം നൽകി തെരഞ്ഞെടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിലേക്ക് പ്രബോധനവുമായി കടന്നു വന്നു. 13 വർഷക്കാലത്തോളം താൻ ജനിച്ചു വളർന്ന, തന്നെ മനസ്സിലാക്കിയ നാട്ടുകാരോട്, സുഹൃത്തുക്കളോട് അല്ലാഹുവിന്റെ തൗഹീദ് പ്രബോധനം ചെയ്തിട്ടും ആ നാട്ടുകാർ തയ്യാറായില്ല. വിരലിനെണ്ണാവുന്ന ആളുകൾ മാത്രമേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നുള്ളൂ. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം
മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്തു. മദീനയിലെത്തിയതോടുകൂടെ ഇസ്ലാമിന്റെ വൈജയന്തിയുടെ കാലഘട്ടമായിരുന്നു. ഇസ്ലാമിന്റെ വിജയത്തിന്റെ ഗാഥകൾ രചിക്കപ്പെടുകയായി. പരിശുദ്ധ ഇസ്ലാമിന് പിന്നീടുള്ള ഓരോ വർഷവും വിജയത്തിന്റെ ഘട്ടങ്ങളായിരുന്നു. മഹാനബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടുള്ള വർഷത്തിലും പരിശുദ്ധ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വ്യാപ്തിക്കായി വെച്ചുകൊണ്ടിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിച്ചത് കേവലം 10 വർഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 2 വർഷം മുമ്പ് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിന്റെ സൂചന ലഭിച്ചിരുന്നു എന്നാണ് രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ നബിയേ, ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, വൽ ഫതഹ്, മക്ക വിജയവും അങ്ങേക്ക് സാധ്യമായാൽ നബിയേ, റഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് ആളുകൾ സംഘമായി കടന്നു വരികയും ചെയ്യുന്നതങ്ങ് കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ അങ്ങ് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുക, വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് അങ്ങ് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിന്റെ പ്രവാചകനെ, അല്ലാഹുവിനെ നിങ്ങൾ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയും, വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, അല്ലാഹുവിനോട് അങ്ങ് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബാ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ഈ പരിശുദ്ധമായ സൂറത്ത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്, ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം അതിനു മുമ്പില്ലാത്ത വിധം പ്രവാചകൻ ദിക്റുകളിലും തസ്ബീഹുകളിലും കഴിഞ്ഞുകൂടിയിരുന്നുവെന്ന് കാണാൻ കഴിയും. അതിനു മുമ്പില്ലാത്ത വിധം അല്ലാഹുവിന്റെ പ്രവാചകൻ നന്മകളിലേക്ക് ഉളരി വന്നിരുന്നുവെന്ന് മഹാന്മാരായ പ്രവാചകർ മഹാന്മാരായ സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാറുള്ളത് ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വർഷം ഹബീബായിരിക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ താൻ എടുത്തു പൊക്കിയ മസ്ജിദിന്റെ ബാങ്ക് വിളിക്കാരനായി തെരഞ്ഞെടുത്തത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. സലാമുസ് നാ ഖുദാ പർ, സലാമുസ് ബാ ഖുദാ പർ, ജിസ്നെ കഅബ കെ മിനാരെ से ചിറാഗേ ഗൈബ് ലേക്ക് നൂർ ഹഖ് ദുനിയാ മേ ഫേലയ, അവസാനമായി കഅബയിലെ പറഞ്ഞപ്പോഴും മഹാനായ ബിലാൽ ാണ് കഅബാലയത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവസാനമായി സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി തെരഞ്ഞെടുത്തത് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബിലാലേ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിലാലേ, നമ്മുടെ കൂടെ ഹജ്ജിന് വരാൻ ആഗ്രഹിക്കുന്നവരോട് തയ്യാറാകാൻ പറയുക. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെ കവലകളിൽ ഇറങ്ങിച്ചെന്നോ പട്ടണത്തിൽ ഇറങ്ങിച്ചെന്നോ കൊണ്ട് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ പുറപ്പെടാൻ തയ്യാറാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വർഷം ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുകയാണ്. ഇത് കേട്ടപ്പോഴേക്ക് സ്വഹാബാക്കൾക്ക് സന്തോഷമായി. പക്ഷേ ഈ ഹജ്ജിന്റെ പിന്നിൽ വന്ന പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പുറപ്പെടാൻ തയ്യാറെടുക്കുന്നു. ഒരുപാട് സ്വഹാബാക്കൾ, ഒരുപാട് സ്വഹാബിയത്തായ വനിതകൾ എല്ലാവരും റസൂലുള്ളാഹിനോട് കൂടെ പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അങ്ങനെ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിനായി പുറപ്പെടുകയാണ്. മദീനക്കാരുടെയും മദീനയുടെ ഭാഗത്ത് നിന്ന് വരുന്നവരുടെയും മീഖാത്തായ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സഹാബത്തും പുറപ്പെട്ടു. അവർ യാത്രയിലാണ്. മക്കയോടടുത്തുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ ബത്നുൽ വാദി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഒരു മലഞ്ചെരുവിലെത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പായി സ്വഹാബാക്കൾ മുഴുവൻ ഒരുമിച്ചിരുത്തി. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നമ്മൾ മക്കയിലേക്ക് കടക്കാൻ പോവുകയാണ്. മക്കയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഹജ്ജിന്റെ ഉംറയുടെ അമലുകൾ ഞാൻ ചെയ്യുമ്പോ സ്വഹാബ, നിങ്ങളത് ശ്രദ്ധ വീക്ഷിക്കണം. നിങ്ങൾ ശ്രദ്ധയോടെ അത് കരുതി നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. കാരണം എന്താണെന്നറിയുമോ? ഒരു പക്ഷേ ഈ വർഷത്തിന് ശേഷം ഇനി നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാകണമെന്നില്ലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾക്ക് മരണത്തിന്റെ സൂചന നൽകുകയാണ്, വഫാത്തിന്റെ. പക്ഷേ സ്വഹാബാക്കളിൽ പലർക്കും അത് മനസ്സിലായില്ല, അത്ര ഗൗരവത്തിൽ എടുത്തില്ല. പല ആളുകളും റസൂലുള്ളാഹി മക്കയിലേക്ക് കടന്നു, കഅബാലയം തവാഫ് ചെയ്തു, സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ സഅയ് ചെയ്തു. ഇതൊക്കെ ചെയ്തത് ഒട്ടകത്തിന്റെ പുറത്തായിരുന്നുവെന്ന് മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തന്റെ തവാഫും സഅയും ചെയ്തത് പണ്ഡിതന്മാർ പറയുന്നു, സഹാബാക്കൾക്ക് തവാഫിന്റെയും സഅയിന്റെയും രൂപം കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണത്രേ ഒട്ടകപ്പുറത്ത് തവാഫും സഅയും ഒക്കെ ചെയ്തത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 9ന്റെ ഉച്ചയോട് സമയം ഉച്ചയോടടുത്തപ്പോ ദുഹറിന്റെ സമയമായി. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അറഫ മൈതാനിയുടെ അടുത്തുള്ള പള്ളിയുണ്ട്, മസ്ജിദു നമീറ എന്നാണ് അതിന്റെ പേര്, അല്ലെങ്കിൽ മസ്ജിദു ഇബ്രാഹിം എന്ന്. ആ പള്ളിയുടെ അടുത്ത് അവിടെ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു, ഇഖാമത്തും കൊടുത്തു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ഇമാമായി നമസ്കരിച്ചു. ളുഹറും അസ്റും ഒരുമിച്ചാണ് അവർ നമസ്കരിച്ചത്. അതിനുശേഷം അത് അറഫയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലാണല്ലോ അറഫ, അൽ ഹജ്ജു അറഫ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, അറഫ ദിവസം അത് അറഫയിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലേക്ക് കടന്നതു മുതൽ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറില്ലേ? ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ റസൂലുള്ളാഹിനെ മാറ്റി നിർത്താറില്ലേ? ചില ഘട്ടങ്ങൾക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരാകുമ്പോൾ, നമ്മുടെ സുഖാനുഭൂതികൾക്കെതിരാകുമ്പോൾ, നമ്മുടെ നാട്ടിലെ അനാചാരങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരാകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ മാറ്റി വെക്കാറില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ 9 അറഫയുടെ മൈതാനിയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്ന സെക്കൻഡ് മുതൽ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്തായിരുന്നുവെന്നറിയുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, രാജാതിരാജനായ അല്ലാഹ്, എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ, എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണേ. എന്റെ ഫാത്തിമാക്ക് പൊറുക്കണേ എന്നല്ല, എന്റെ ആയിഷാക്ക് പൊറുക്കണേ എന്നല്ല, എന്റെ അബൂബക്കറിനും ഉമറിനും പൊറുക്കണമേ എന്നല്ല, എന്റെ സ്വഹാബത്തിന് പൊറുക്കണമേ എന്നല്ല. നമ്മുടെ വഅദ് അവസാനിക്കുകയാണ്. നാളെ ഒരല്പസമയം മാത്രമേ ദുആയെക്കുറിച്ച് ദിക്റിനെ കുറിച്ച് സംസാരിക്കൂ. നാളെ വലിയിന്റെയും ആരിഫിന്റെയും വേദിയാണ്. ഈ 10 ദിവസവും പറഞ്ഞ വിഷയത്തിന്റെ കാതലാൻ എന്റെ പെങ്ങളെ,
എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ വിഷയം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളാണല്ലോ ഈ കഴിഞ്ഞ ചർച്ച ചെയ്തത്. മറന്നു പോകരുത് എന്ന് പറയാൻ ഒരു പക്ഷേ ഇനി ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂടൽ അല്ലാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ അടുത്ത വർഷമാകാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവരെയുള്ള ചാർജ് എന്നല്ല, പോകരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ ചെയ്ത വസിയത്തുകൾ, ദീനിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുണ്ടാകണമേ. ഹബീബായ നബിയുനാ റസൂലത്തെയും അവസാനത്തെയും ഹജ്ജ് നിർവഹിക്കുകയാണ്. അറഫ മൈതാനിലേക്ക് നാം ചോദിക്കാനുണ്ടാകും, എന്തെല്ലാം റബ്ബിനോട് ആവശ്യപ്പെടാനുണ്ടാകും. പക്ഷേ ഹബീബായ നബി അറഫയുടെ പ്രധാനപ്പെട്ട സമയം ചെലവഴിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എന്റെ സഹോദരീ സഹോദര, എന്റെയും നിങ്ങളുടെയും കാര്യത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുന്നത്. ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ, ആരും പരാജയപ്പെടരുതേ എന്നാണ് ഈ മന്റെ ആഗ്രഹം. എല്ലാവരും സിറാത്ത് പാലം കടന്നു പോകണമേ എന്നാണ്. അതാണല്ലോ റസൂലുള്ള പറഞ്ഞത്. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, നമുക്കത് പറയാറുണ്ട്, ഇവിടെ എത്തുമ്പോൾ ഞാനത് പറയും. ആഖിറത്തിലും സിറാത്ത് പാലത്തിന്റെ അടുത്ത് പോലും ഈ പ്രവാചകൻ ഉണ്ടാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ മുഖറബുൽ അംലായെ എല്ലാവർക്കും പുറത്തു. മഹാനായ റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറയേണ്ട താമസം റസൂലുള്ളാഹി ദുൽഹിജ്ജ 9ാമത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതോടുകൂടെ അറഫയിൽ നിന്ന് അവർ പുറപ്പെട്ടു മുസ്ദലിഫയിലേക്ക്. റസൂലുള്ളാഹിന്റെ മുഖ്യമായ അല്ലാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കല്ല, അക്രമിക്കുന്ന നീ പുറത്തു കൊടുക്കുകയും അക്രമിക്കപ്പെട്ടവന്റെ നീ സ്വർഗ്ഗം കൊണ്ട് റസൂലുള്ള ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴതാ മഹാനായ മുഖറബുൽ അംലാഖേ, അങ്ങയുടെ നിരന്തരമായ പ്രാർത്ഥന അല്ലാഹു കേട്ടിട്ടുണ്ട്. മുസ്ദലിഫയുടെ മണ്ണിൽ വെച്ചാൽ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കാമെന്ന വല്ല വാഗ്ദാനം അല്ലാഹു ചെയ്യുന്നത്. ഇത് കേട്ടപാട് റസൂലുള്ള ചിരിച്ചു. മഹാനായ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ചിരിക്കുന്നതും അവർ കണ്ടു. റസൂലല്ലാഹ് ലിമ ദഹക നബിയല്ലാഹ് ലൈസ മാ ഹാദാ വഖ്തുൽ ഹഖി യാ നബിയല്ലാഹ്. ചിരിക്കേണ്ട സമയമല്ലല്ലോ യാ റസൂലല്ലാഹ്, അങ്ങ് കരയേണ്ട സമയമാണല്ലോ, എന്തേ അങ്ങ് ചിരിച്ചത് യാ നബിയല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി അധികവും എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്നായിരുന്നു. അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, അക്രമിയില്ലാത്തവർക്ക് മുഴുവൻ പുറത്തു കൊടുക്കാമെന്ന്. ഞാൻ വീണ്ടും ദുആ ചെയ്തുകൊണ്ടിരുന്നു, ഉമറേ അബൂബക്കറെ. അങ്ങനെ ഇപ്പോഴിതാ ജിബ്രീലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു ഏറ്റിരിക്കും പറഞ്ഞപ്പോ പിശാച് ഓടി വന്നിട്ട് പിശാച് മഞ്ഞുകെട്ട ഒരുകുന്ന പോലെ ഒരുങ്ങി പോവുകയും അവനവസാനം ഒരു പിടി മണ്ണ് അവനവസാനം ഈ മണ്ണിൽ ഈ ഭൂമിയിൽ നിന്നും മണ്ണ് വാരി തന്റെ തലയിലേക്ക് എറിയുന്നതും ഞാൻ കണ്ടു സ്വഹാബ. അതാണ് ഞാൻ ചിരിച്ചതെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കന്റെ സഹോദര, എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തുന്നതിലാണ് ആ പ്രവാചകന്റെ സന്തോഷം. നിങ്ങൾക്കുമാണെങ്കിലോ ആ പ്രവാചകന്റെ ദീൻ പിച്ചു ചിന്തുന്നതിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട യുവ സഹോദര, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായിയായി ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾക്കെതിരായി ഒരു സ്ഥലത്തും അതിനു വേണ്ടി വാദിക്കാതിരിക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 അറഫയുടെ ദിവസം അസ്റിന്റെ സമയത്താണ് റസൂലുള്ളാഹി അറഫയിൽ ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്തിന്റെ അറഫയിൽ ഒരു മലയുണ്ട്. ആ മലയുടെ പേരാണ് ജബലുർ റഹ്മ. ആ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഹബീബായ നബി. തന്റെ ഒട്ടകത്തോട് ചാരി നിൽക്കുകയാണ്. അവിടെ വച്ചാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ, അറഫയിൽ വച്ചാണ് ലോകത്തിന്ന് പോലും ലോകം എടുത്തുദ്ധരിക്കുന്ന, എന്തിനേറെ യുടെ സമ്മേളനങ്ങളിൽ പോലും പല സമ്മേളനങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ച റസൂലുള്ളാഹിന്റെ പ്രസംഗം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകൻ തന്റെ അന്ത്യപ്രസംഗം നടത്തിയത്, ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം നടത്തിയത് അറഫയിൽ വച്ചായിരുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസറിന്റെ സമയം, അസറിന്റെ നേരമാണ്. ഈ പറയുന്ന ജബലുർ റഹ്മയുടെ താഴ്വാരത്ത് തന്റെ ഒട്ടകത്തോട് ഇങ്ങനെ ചാരി നിൽക്കുകയാണ് റസൂലുള്ളാഹ്. ദിക്റിലാണ്, പ്രാർത്ഥനയിലാണ്. ഒട്ടകം നിൽക്കുമ്പോഴാണ് പെട്ടെന്നതാ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. ഏത് ഘട്ടത്തിലും ഈ പ്രവാചകന്റെ കൂടെ ഉണ്ടാകുന്നയാളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. 7 ആകാശങ്ങളും കടന്ന റബ്ബിന്റെ സന്നിധിയിലേക്ക് യാത്രയായപ്പോഴും സിദ്റത്തുൽ മുൻതഹ വരെ ജിബ്രീൽ ഉണ്ടായിരുന്നു കൂടെ. ജിബ്രീൽ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഒട്ടകത്തോട് ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് വഹി ഇറങ്ങുന്നത്. ജിബ്രീൽ വന്നുകൊണ്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അയ്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതീ വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നത്തെ ദിവസത്തോടുകൂടെ ഇസ്ലാം പൂർണ്ണമാവുകയാണ്. ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ്. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ ഞാൻ ചൊരിയുകയാണ്. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. വഹി ഇറങ്ങാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങി. ഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒട്ടകത്തോട് ചാരി നിൽക്കുകയാണ്. ഭാരം താങ്ങാൻ കഴിയാതെ, വഹിയുടെ ഭാരം താങ്ങാൻ കഴിയാതെ ഒട്ടകം മുട്ടുകുത്തി പോയത്ര എന്റെ പ്രിയപ്പെട്ട സഹോദര. ഹദീസുകളിൽ കാണാൻ കഴിയും. വഹി ഇറങ്ങിക്കഴിഞ്ഞോ, ജിബ്രീൽ പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പരിശുദ്ധമായ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. ജിബ്രീൽ ഇപ്പൊ എന്റെ അടുത്ത് വന്നു സഹാബ, എനിക്ക് പുതിയതായി വഹി വന്നു സഹാബ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതീ വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പരിശുദ്ധമായ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ്. എന്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നു. ഈ വാക്കങ്ങ് കൈയായത്തങ്ങ് കേൾപ്പിക്കേണ്ട താമസം. ഒരുമിച്ച് കൂടി കാത് കൂർപ്പിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആദരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും കേൾക്കാനായി ശബ്ദമിരിക്കുന്ന സഹാബയതാ പൊട്ടി സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നതാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. ലഇൻ കാന ബഅദി നബിയ ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അതെന്റെ ഉമറാകുമായിരുന്നുവെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുഹമ്മദിന്റെ തല ഉടലിൽ നിന്ന് വേർപെടുത്തി 100 ഒട്ടകം ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടയാളാണ് ഉമർ. ആ ഉമറിനെയാണ് മാറ്റിയെടുത്തത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് ഓതി കേൾപ്പിക്കേണ്ട താമസം. ഉമർദാ വിതുമ്പുകയാണ്, ഉമർദാ തേങ്ങുകയാണ്. സഹാബത്ത് മുഴുവൻ ഉമറിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇസ്ലാം പൂർണ്ണമായതല്ലേ, അതിനെന്താ ഉമറെ കരയേണ്ടത്? സഹാബാക്കളിൽ പല ആളുകൾക്കും സന്തോഷമാണ്. കാരണം ഇനി ഒരു പുതിയ നിയമവും ഇറങ്ങുകയില്ലല്ലോ, ഇസ്ലാം പൂർണ്ണമായല്ലോ. എല്ലാവർക്കും സന്തോഷം. ഉമറിന്റെ മനസ്സ് മാത്രം ദുഃഖിതമാണ്. ഉമറിന്റെ കണ്ണുകളിൽ കണ്ണുനീർ ചാലിട്ടൊടിക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടോ? കണ്ടപാട് ഉമറിനെ വിളിച്ചു കൊടുത്തി. ഉമറിനോട് ചോദിച്ചു, ഉമറെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇസ്ലാം പൂർണ്ണമായി എന്ന ആയത്താണല്ലോ ഇറങ്ങിയത് പ്രവാചകരെ. വമാ കമുല ശൈഉൻ ഇല്ലാ നുഖശ ഫീഹി. ഒരു സംഗതി പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ ചില ന്യൂനതകൾ സംഭവിക്കാൻ പോകുന്നവെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി കടന്നു വന്നവരാണല്ലോ അങ്ങ് ദീന് പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ദൗത്യം പൂർണ്ണമാവുകയാണ്. അങ്ങയുടെ ദൗത്യം പൂർണ്ണമായാൽ ഏതൊരു ദൗത്യത്തിനാണോ അല്ലാഹു അങ്ങ് നിയോഗിച്ചത് അത് പൂർണ്ണമായാൽ പിന്നെ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല. അതാണ് ഈ ആയത്തിന്റെ സൂചന എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
വന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ യാ ഉമർ, അജൽ യാ ഉമർ, അജൽ യാ ഉമർ, ഉമറേ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. അങ്ങനെ വർഷം ഹജ്ജ് കഴിയുകയാണ്. അറഫ കഴിഞ്ഞു, മുസ്ദലിഫ കഴിഞ്ഞു, മിനയിലെ കല്ലേറ് കഴിഞ്ഞു, തവാഫും സഅയും കഴിഞ്ഞു, അതിനു മുമ്പ് അറവ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 3 ദിവസത്തെ ജംറയിലെ ഏറും കഴിഞ്ഞു, വിദാഇന്റെ തവാഫും കഴിഞ്ഞു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതാ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. മക്ക ഇസ്ലാമിന് പൂർണ്ണമായി കീഴടങ്ങി. എന്നിട്ടും ഹബീബായ റസൂലുള്ളാഹ് അവസാനം മക്കത്ത് കഴിയാൻ ആഗ്രഹിച്ചില്ല. തന്നെ നെഞ്ചോട് ഏറ്റുപിടിച്ച് സ്നേഹിച്ച അൻസാരികളുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് തന്നെ റസൂലുള്ളാഹ് തിരിച്ചു പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് എത്താനായി, മദീനയുടെ ബൗണ്ടറി കടന്നുള്ളിലേക്ക് കടക്കാനായി. അതിനു മുമ്പായി റസൂലുള്ളാഹി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് സ്വഹാബാക്കളെ മുഴുവൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ എന്റെ അടുത്ത് അല്ലാഹുവിന്റെ ദൂതൻ വരാൻ സമയമെടുത്തിട്ടുണ്ട്. സ്വഹാബ, അല്ലാഹുവിന്റെ ദൂതൻ എന്റെ അടുത്ത് വരും. എന്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ആ വിളിക്ക് ഉത്തരം ചെയ്യും. സ്വഹാബ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് വീണ്ടും വഫാത്തിന്റെ സൂചന നൽകുകയായിരുന്നു. പല ആളുകൾക്കും അത് മനസ്സിലായില്ല. പലരും മനസ്സിലാക്കിയത് ജിബ്രീൽ സാധാരണ റസൂലുള്ളാഹിന്റെ അടുത്ത് വരാറുള്ളതാണല്ലോ. അങ്ങനെ അതിനപ്പുറത്തേക്ക് പലരും ചിന്തിച്ചില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പരിശുദ്ധമായ മദീനയിലേക്ക് കടക്കുകയാണ്. ദുൽഹിജ്ജ മാസം കഴിഞ്ഞു, അതേപോലെ മുഹറം വന്നു, സഫർ അതാ കടന്നു വരുന്നു. സഫർ അവസാന ദിവസമാവുകയാണ്. സഫർ അവസാനത്തെ ദിവസങ്ങളിലാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായി കിടക്കുന്നത് സഫർ അവസാന ദിവസങ്ങളിലാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോടുകൂടെ മരണപ്പെട്ട സ്വഹാബിയുടെ മയ്യിത്ത് കുളിപ്പിക്കുന്നതിലും കഫൻ ചെയ്യുന്നതിലും മയ്യിത്ത് നമസ്കാരത്തിലും പങ്കെടുത്തു. അതിനുശേഷം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോടുകൂടെ മറവ് ചെയ്യുന്ന സ്ഥലത്തേക്കും പുറപ്പെടുകയാണ്. ആ സ്വഹാബിയെ മറവ് ചെയ്തു കഴിഞ്ഞു. റസൂലുള്ളാഹിക്ക് അവിടെ അന്ന് വല്ലാത്തൊരു തലവേദന. റസൂലുള്ളാഹി സ്വഹാബിയെ മറവ് ചെയ്ത് കഴിഞ്ഞ പാടെ മഹദി ആയിഷത്തു തഹറാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നു. ആയിഷയോട് പറഞ്ഞു, ആയിഷ ആയിഷ വല്ലാത്ത വേദനയുണ്ടല്ലോ, അതില്ലാത്ത തലവേദനയുണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സമയത്ത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ആയിഷ ബീവിക്കും അപ്പ തലവേദന ഉണ്ടായിരുന്നു. ആയിഷ ബീവി പറഞ്ഞു, നബിയെ അങ്ങേക്ക് മാത്രമല്ല എനിക്കും തലവേദനയുണ്ട് നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ശക്തമാണ് എന്റെ തലവേദന. ആയിഷ ബീവി പറഞ്ഞു, എന്റെയും തലവേദന ശക്തം തന്നെയാണ് നബിയെ. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷയാണല്ലോ തന്റെ ഭാര്യമാരിൽ ഇഷ്ടപ്പെട്ടയാണല്ലോ റസൂലുള്ളാഹിക്ക്. മഹാനായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിക്ക് തന്റെ ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ഖദീജ ബീവിയോടായിരുന്നു. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചല്ലോ അതിന്റെ കാരണം. ഏത് ഘട്ടത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ നിന്നയാളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. എന്തിനേറെ എന്റെ സഹോദര എന്തിനേറെ എന്നറിയുമോ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിക്ക് നബുവത്ത് ലഭിക്കുന്നത് 40ാമത്തെ വയസ്സിലാണ്. റസൂലുള്ളാഹി ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്
ഖദീജ ബീവിയുടെ 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ 25ാമത്തെ വയസ്സിൽ അപ്പൊ റസൂലുള്ളാഹിക്ക് 40 വയസ്സായി നബുവത്ത് ലഭിക്കുമ്പോൾ ഖദീജ ബീവിക്ക് ഖദീജ ബീവിക്ക് 55 വയസ്സായിട്ടുണ്ടാകും. അതായത് ഖദീജ ബീവി വൃദ്ധയാണ് എന്നർത്ഥം. വൃദ്ധയായ ആ ഘട്ടത്തിലാണ്, ആ പ്രായത്തിലാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമുണ്ട്. ഹജ്ജിന് പോയവരൊക്കെ കണ്ടിട്ടുണ്ടാകും. ജബലുൻ നൂർ എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടത്തിന്റെ കാരണവും അത് തന്നെയായിരുന്നു. ദീനിനെ അകമഴിഞ്ഞ് സഹായിക്കാൻ തയ്യാറായിരുന്നു ഖദീജ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ അല്ലാഹുവിനെ ഏകാന്തനായി റബ്ബിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സുഖവിവരം അറിയാൻ ഹജ്ജിന് പോയവർ ആ പർവ്വതം കണ്ടിട്ടുണ്ടാകും. ഉയർന്ന കുന്നാണ്. കയറി ഇറങ്ങാൻ 2.5 മണിക്കൂറെങ്കിലും വേണം. പ്രായമുള്ള ഈ പ്രായത്തിലുള്ളവർക്കൊന്നും അത് കയറാൻ കഴിയാറില്ല. പലപ്പോഴും നമ്മളിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ താഴെ നിന്ന് മേലോട്ട് നോക്കി തിരിച്ചു പോരാറാണ്. 55ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഖവിവരം അറിയാൻ വേണ്ടി ഒരു ദിവസം 2 തവണ ഈ കുന്ന് കയറി ഇറങ്ങാറുണ്ടായിരുന്നവത്രേ. ഭർത്താവിനോടുള്ള കൂറായിരുന്നു റസൂലുള്ളാഹിനോട്. സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച് ദരിദ്രയായാണ് മക്കയിലെ കച്ചവടക്കാരിയായ ഖദീജ ലോകത്തോട് വിട പറയുന്നത്. 1ാം സ്ഥാനം ഖദീജക്കാണ്. അത് കഴിഞ്ഞാൽ ആയിഷയോടാണ് സ്നേഹം. എന്താ കാരണമെന്നറിയുമോ? ആയിഷ ബീവി അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന് ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത പണ്ഡിതയാണ്. ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുത്തതും ലോകത്തിന് ലഭിച്ച വിവരങ്ങളും ആയിഷയിലൂടെയാണ് റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ രഹസ്യ ജീവിതത്തിന്റെ അടിത്തറ പോലും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. റസൂലുള്ളാഹി തനിക്ക് തലവേദനയാകുന്നുവെന്ന് പറഞ്ഞപ്പോ ആയിഷയും പറഞ്ഞു, എനിക്ക് വല്ലാത്ത തലവേദന. റസൂലുള്ളാഹി ആയിഷയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഞാൻ വഫാത്താകുന്നതിന് മുമ്പ് നീയാണ് ആയിഷ മരണപ്പെടുന്നതെങ്കിൽ റസൂലുള്ളാഹി തന്റെ വഫാത്തിന്റെ സൂചന നൽകുകയായിരുന്നത്. ആയിഷ, ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് നീയാണ് മരണപ്പെടുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ കഫം ചെയ്യും ആയിഷ, നിന്റെ പേരിൽ ഞാൻ നമസ്കരിക്കും ആയിഷ, നിന്നെ ഖബറിലേക്ക് ഞാൻ ഇറക്കി വെക്കും ആയിഷ. റസൂലുള്ളാഹി സ്നേഹത്തോടെ അത് പറഞ്ഞപ്പോ ആയിഷ ബീവി തിരിച്ചടിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ആയിഷ ബീവി പറഞ്ഞത്, എന്നിട്ട് വേണമല്ലേ, ഞാൻ ആദ്യം മരിച്ചു കാണാനാണല്ലേ നിങ്ങളുടെ ആഗ്രഹം, എന്നിട്ട് വേണമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ കൂടെ സുഖിക്കാൻ. കണ്ടോ, നിങ്ങളെ പെണ്ണിന്റെ സ്വഭാവം അതാണ്, സ്ത്രീയുടെ സ്വഭാവം അതാണ്. ഹബീബായ നബി പറഞ്ഞത് എപ്പോഴും വളഞ്ഞിരിക്കും. നമ്മൾ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്താലും തിരിച്ചു വേദനയുടെ വാക്കുകളാണ്, തിരിച്ചു വേദനയുടെ കുത്തുകളെ ലഭിക്കുകയുള്ളൂ. റസൂലുള്ളാഹിന്റെ ജീവിതം പോലും പഠിപ്പിക്കുന്നത് അതാണ്. അതാ ഹബീബായ നബി പറഞ്ഞത്, സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ മേൽ ക്ഷമിക്കുന്നവന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം നൽകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് കിട്ടിയതിനും അപ്പുറമൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. റസൂലുള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ ആയിഷ ബീവിയുടെ മറുപടി അതായിരുന്നു. റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു. തന്റെ ആയിഷ കുത്തുവാക്ക് പറഞ്ഞപ്പോഴും ഹബീബായ നബിയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ഈ സമൂഹത്തിനെ പഠിപ്പിച്ച മാതൃകയാണത്. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോടാണ് ഞാനിത് പറയുന്നത്. ആദ്യമായി എന്നോടും ഈ വർഗത്തിൽ നിന്ന്, ഒരു പക്ഷേ ഈ സമൂഹത്തിൽ നിന്ന്, സ്ത്രീ സമൂഹത്തിൽ നിന്ന് വേദനയുടെ വാക്കുകളാകാം സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും ലഭിക്കുക. തിരിച്ചു നമ്മൾ സ്നേഹമേ നൽകാവുന്ന പഠിപ്പിച്ചവരാ. ആട്ടി ഇറക്കരുത്, വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. വസിയ്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ മറന്നാൽ ലോകത്താ പ്രവാചകന്റെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക്
മടങ്ങി വരാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നിങ്ങളുടെ വർഗത്തിൽ നിന്ന് വേദനകൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായപ്പോഴും ഒരു കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ മുഴുവൻ റസൂലിൽ നിന്ന് അകന്നു നിന്ന ഘട്ടമുണ്ടായല്ലോ. ആ വേദന ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെ തന്നെയാണ് സ്ത്രീകളുടെ പൈതൃകം, സ്ത്രീകളുടെ പ്രകൃതം അങ്ങനെയാണ്, പക്ഷെ അവരോട് നിങ്ങൾ ക്രൂരത ചെയ്യരുത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആയിഷ ബീവി ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു. മഹാനായ പ്രവാചകനൊന്നും പറഞ്ഞില്ല. അങ്ങനെ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുകയാണ്. മൈമൂന ബീവിയുടെ വീട്ടിലെത്തുമ്പോഴാണ് റസൂലുള്ളാഹിക്ക് തന്റെ രോഗം മൂർച്ഛിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം വർദ്ധിക്കുന്നത് അപ്പോഴാണ്. റസൂലുള്ളാഹിന്റെ രോഗം എന്തായിരുന്നുവെന്നറിയുമോ? മഹാനായ പ്രവാചകന് ശക്തമായ തലവേദന, ശക്തമായ പനി, അതേപോലെ ശരീരമാസകലം വേദന. ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ രോഗം. ശരീരമാസകലം വേദന വരാനുള്ള കാരണം ഖൈബർ യുദ്ധം കഴിഞ്ഞോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന അവസാന ദിവസം പതാക ഏൽപ്പിച്ചത് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ആ ജീവിതത്തെ കുറിച്ച്. ഇന്നലെ പുന്നാര നബിയുടെ പുന്നാര മകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്നലെ പറഞ്ഞത്, ഇന്ന് നമ്മൾ പറയുന്നത് ഫാത്തിമാന്റെ കരളിന്റെ ഘട്ടത്തെ കുറിച്ചാണ്. അല്ല, ലോകത്ത് മുഴുവൻ മുഅ്മിനിന്റെയും കരളിന്റെ ഘട്ടത്തെ കുറിച്ചാണ്. എന്നല്ല, ലോകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നേതാവിനെ കുറിച്ചാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഖൈബർ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. ഖൈബറിൽ വിജയമുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഖൈബറിലുള്ള യഹൂദിയത്തായ ഒരു സ്ത്രീ പ്രവാചകനെ സന്തോഷത്തോടുകൂടെ വിരുന്നൂട്ടുന്നത്. വിരുന്നൂട്ടി പ്രവാചകനെ വിരുന്നിന് വേണ്ടി ക്ഷണിച്ചോ. ഈ സ്ത്രീ വഞ്ചനയാണ് ചെയ്യുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു. ഈ സ്ത്രീ നേരത്തെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചറിഞ്ഞിരുന്നു. ആട്ടിന്റെ മാംസം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. ആടിന്റെ മാംസത്തിൽ തന്നെ ആടിന്റെ കുറുക്, കയ്യിന്റെ ഭാഗം റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണെന്ന് ചോദിച്ചറിഞ്ഞു. ആരോടൊക്കെയോ. അങ്ങനെ അതാ ആടിനെ അറുത്തോ. ആ ആടിനെ നല്ല പോലെ ചുട്ടെടുത്തിട്ട് ആടിന്റെ എല്ലാ ഭാഗത്തും വിഷം കലർത്തി. കയ്യിന്റെ ഭാഗത്തുള്ള മാംസത്തിൽ ശക്തമായി വിഷം കലർത്തി. എന്തിന്? ലോകത്തിന്റെ ഗുരു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊന്നുകളയാൻ ഇത്ര കാലം ആരും ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല. ഈ യഹൂദിയത്തായ പെണ്ണിന്റെ തന്ത്രമാണത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ക്ഷണം സ്വീകരിച്ചു ചെന്നു. ആ സദസ്സിലിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുപോയി വെച്ചു. ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിന്റെ കുറുകിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിഷമൂട്ടപ്പെട്ട ഭാഗം അവിടെയാണല്ലോ. ആ ഭാഗത്ത് നിന്നൊരു കഷ്ണമെടുത്ത് റസൂലുള്ളാഹി കഴിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ആരും അത് കഴിക്കരുത്. സ്വഹാബാ, ഇന്നഹാ മസ്മൂമ, ഇന്നഹാ മസ്മൂമ, ഇന്നഹാ മസ്മൂമ. അതിൽ വിഷം കൂട്ടപ്പെട്ടിട്ടുണ്ട്. സ്വഹാബാ, നിങ്ങൾ ആരും അത് കഴിക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത് കഴിച്ചു. പക്ഷേ റസൂലുള്ളാഹിക്ക് ഒരു തകരാറുമുണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് ദേഷ്യമില്ല. അത് തന്നെയാണ് നമ്മൾ പറയാൻ കാരണം. ഒരു സാധാരണക്കാരനായിരുന്നില്ല പ്രവാചകനെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വഫാത്തിനോടനുബന്ധമായുള്ള സമയത്ത് ഈ വിഷം കാരണമാണത്രേ ശരീരത്തിന് വേദന വന്നത്. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ശരീരത്തിന് വേദന വരാനുള്ള കാരണം റസൂലുള്ളാഹിക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകുവാൻ വേണ്ടിയായിരുന്നു അത്രേ. കാരണം എന്താണെന്നറിയുമോ? ഷഹീദിന്റെ പ്രതിഫലം അത്രമാത്രം ശക്തമാണ്. മഹ്ശറിൽ ഹിസാബ് തുടങ്ങിയിട്ടില്ല. ആളുകളെ ഒരുമിച്ച് കൂട്ടി ഹിസാബിനായി ഒരുങ്ങുന്നേയുള്ളൂ. അപ്പോഴേക്കതാ ചില ആളുകൾ രണ്ട് ചിറക് വെച്ച് പറന്നു വരികയാണ്. പറന്നു വന്നവർ ഈ സ്വർഗത്തിന്റെ ചുറ്റുമതിലുകൾക്ക് മുകളിലൂടെ പറന്നവർ സ്വർഗത്തിലെത്തുകയാണ്. സ്വർഗത്തിലുള്ള മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ്? അവർ പറയുമത്രേ, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്നാണ്. മലക്കുകൾ ചോദിക്കുമത്രേ, ഹിസാബ് കഴിഞ്ഞോ? ഇവർ പറയുമില്ല, കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തേ നിങ്ങൾ സ്വർഗത്തിലെത്തിയത് എങ്ങനെയാണ്? അവർ പറയും, ഞങ്ങൾക്ക് ഹിസാബിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ജീവൻ അല്ലാഹുവിന് വേണ്ടി നൽകിയവരാണ് ഞങ്ങൾ. ഇതാണ് ഷഹീദിന്റെ പ്രതിഫലം. ഈ പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ അല്ലാഹു ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ മരണസമയത്ത് ഈ വിഷത്തിന്റെ വേദന ശരീരത്തിന് നൽകിയത്. വല്ലാത്ത പ്രയാസം. മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുമ്പോഴാണ് രോഗം മൂർജിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ആഗ്രഹമാണെങ്കിലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രോഗിയായി കിടക്കാനാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ വേദനയുടെ വാക്കൊക്കെ റസൂലുള്ളാഹി മറന്നുപോയി. അങ്ങനെയായിരിക്കണവരെ ഭർത്താവെന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അന്ത്യനിമിഷത്തിലും റസൂലുള്ളാഹിന്റെ അധ്യാപനം അതാണ്. അങ്ങനെ അതാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തന്റെ ഭാര്യമാരെ മുഴുവൻ വിളിച്ചു വരുത്തുകയാണ്. ഭാര്യമാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ രോഗിയാണ്, എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും വരാൻ കഴിയില്ല, ഒരിടത്തു മാത്രമേ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഭാര്യമാർ ചോദിച്ചു, അതെവിടെയാണ് നബിയെ? ഏത് വീട്ടിലാണ് അങ്ങ് നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അങ്ങ് നിൽക്കാം. അപ്പൊ ചോദിച്ചു, ഞാൻ എന്റെ ആയിഷയുടെ വീട്ടിൽ നിന്നോട്ടെ റളിയല്ലാഹു അൻഹാ, ഞാൻ എന്റെ ആയിഷയുടെ വീട്ടിൽ നിന്നോട്ടെയോ? റസൂലുള്ളാഹിന്റെ ചോദ്യമല്ല, ഭാര്യമാരും സമ്മതം കൊടുത്തു. ഹബീബായ നബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ക്ഷീണം വർദ്ധിച്ചു വരുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ മൂർജിച്ചു വരികയാണ്. ചില ദിവസം ക്ഷീണം കൂടും, ചില ദിവസം ആശ്വാസം ഉണ്ടാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ശ്രദ്ധിക്കണം എൻ്റെ സഹോദര, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ശ്രദ്ധിക്കണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസം വല്ലാത്തൊരു ക്ഷീണം റസൂലുള്ളാഹിക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്തുണ്ട്. ആയിഷയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, നമ്മുടെ വീട്ടിൽ എൻ്റെ അടുത്തൊരു 7 ദിർഹമുണ്ട്. ആയിഷ, ശ്രദ്ധിക്കണം, 7 ദിർഹം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 7 ഉറുപ്പിക എന്ന് മനസ്സിലാക്കിക്കോളോ. ദിർഹം നമ്മുടെ കയ്യിലില്ലല്ലോ. ആയിഷ, എൻ്റെ അടുത്ത് 7 ദിർഹമുണ്ട്. ആയിഷ, ആ 7 ദിർഹം ഞാൻ ഇന്നാലി സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ആയിഷ, ആയിഷ, ആ 7 ദിർഹം എടുത്തു കൊണ്ടുവരും. ആയിഷ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയേണ്ട താമസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോയി ആ 7 ദിർഹം എടുത്തു കൊണ്ടുവരികയാണ്. അപ്പോഴേക്ക് റസൂലുള്ളാഹി ക്ഷീണം കൊണ്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. ആയിഷ ബീവി അവിടെ തന്നെ നിന്നു. റസൂലുള്ളാഹിക്ക് ക്ഷീണത്തിൽ നിന്ന് അല്പം ആശ്വാസമുണ്ടായി. കണ്ണ് തുറന്നപ്പോൾ ചോദിച്ചു, ആയിഷ, ആ 7 ദിർഹം നിനക്ക് കിട്ടിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ 7 ദിർഹം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ കൈ കാണിച്ചു. ആ 7 ദിർഹം റസൂലുള്ളാഹി വാങ്ങിയിട്ട് തന്റെ കയ്യിലുള്ള 7 ദിർഹം അങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, മാലേ വലി ഹാദിഹി ദറാഹിം മാലി മുഹമ്മദിൻ വലി ഹാദിഹി ദറാഹിം. മുഹമ്മദ് ഈ 7 ദിർഹം കയ്യിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ എന്റെ റബ്ബനോട് ചോദിക്കുകയാണ്, മുഹമ്മദേ, നീ മരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ 7 ദിർഹം ഉണ്ടല്ലോ മുഹമ്മദേ. മുഹമ്മദേ, അതാവശ്യമുള്ളവർ നിന്റെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരിക്കെ നീ അതെന്തുകൊണ്ട് നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു മുഹമ്മദേ എന്ന് ഞാൻ ചോദ്യനോട് ചോദിക്കുമ്പോ അതെന്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, മുഹമ്മദേ, നിന്റെ മക്കളുടെ കാര്യം ഞാനല്ലേ നോക്കുന്നത്, നീയല്ലല്ലോ മുഹമ്മദേ എന്ന് എന്റെ റബ്ബിനോട് പറഞ്ഞാൽ എന്റെ റബ്ബിനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ച് കരഞ്ഞ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പെങ്ങളെ ചിന്തിക്ക്, എന്റെ സഹോദര ആലോചിച്ചു നോക്ക്. ആകെയുള്ള 7 ദിർഹമാണ് ഹബീബായ നബി ലോകത്തോട്
വിട പറയുമ്പോ റസൂലുള്ളാഹിന്റെ ഒരു അങ്കി ഒരു ജൂതന്റെ അടുത്ത് പണയത്തിലാണ്. എന്തിനെന്നറിയുമോ? ലോകത്തിന്റെ ഗുരുവിന്റെ വീട്ടിലെ പട്ടിണിയെ കറ്റാൻ ഭക്ഷണം വാങ്ങിച്ചതിന് പകരമായി പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് അങ്കി പണയം വെച്ചതാണ് ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ രാജ്യത്തുള്ളവർ കട്ടപ്പെടുമ്പോഴും സ്വർണത്തിന്റെ കാലുകളുള്ള മെത്തയിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഇസ്ലാമിക രാജ്യത്തെ അധിപന്മാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഴിയിലാണോ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് 7 ദിർഹം കയ്യിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാലി വലിഹാദിഹി ദറാഹിം, അല്ലാഹുവേ എനിക്കും ഈ 7 ദിർഹമിനും എന്ത് ബന്ധം? ആയിഷയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ ഇത് ദാനം ചെയ്യൂ ആയിഷ, ദീനിന് വേണ്ടി ദാനം ചെയ്യൂ ആയിഷ, വേണ്ടവർക്ക് കൊടുക്കൂ ആയിഷ. എന്റെ പെങ്ങളെ, അവസരമുണ്ട്, ഇനി കൊടുക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുമ്പോ കയ്യിലുള്ള 7 രൂപയും 7 ദിർഹമും കൊടുത്താണ് പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞത്. ആരുണ്ട്? അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി 25 പവൻ 50 പവൻ 1 ഏക്കർ സ്ഥലം നന്മയിലുമൊക്കെ കടന്നിറങ്ങാൻ നമ്മെ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടി തരാൻ അവസരമുണ്ട്. അവസാനത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെയോടുകൂടെ ദുആയാൻ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് നമ്മുടെ സദസ്സിലേക്ക് വന്നെത്തേണ്ട ഒരു സഹോദരി ഹോസ്പിറ്റലിലാണ് ഇപ്പൊ ഉള്ളത്. നമ്മുടെ സദസ്സിലേക്ക് വരേണ്ട സഹോദരിയായിരുന്നു. ആക്സിഡന്റ് പറ്റി സദസ്സിലേക്ക് വരേണ്ടവരെത്തിയത് ഹോസ്പിറ്റലിലേക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് അല്ലാഹു സുഖം നൽകുമാറാകട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അറിയില്ല ഞാൻ സദസ്സിൽ എത്തുകയില്ലെന്ന്, ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണെന്നറിയില്ല. ഇനി നമ്മളിവിടെ എഴുന്നേറ്റ് പോകുന്നത് മയ്യിത്ത് കട്ടിലിലേക്കാണോ എന്നും പറയാൻ പറ്റൂല. അതൊക്കെ റബ്ബിന്റെ കയ്യിലുള്ള കാര്യമാണ്. റബ്ബിലേക്ക് മനസ്സ് കൊടുത്തോളൂ. അല്ലാഹു മാത്രം ലക്ഷ്യമായിരിക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് തങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ ധർമ്മം ചെയ്തേ, ഒന്നും ഇവിടെ ബാക്കി വേണ്ട ആയിഷ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ രാജാതിരാജനായ റബ്ബ് സംരക്ഷിച്ചു കൊള്ളും ആയിഷ, അത് റബ്ബിന്റെ കയ്യിലാണല്ലോ ആയിഷ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഒന്ന് കുളിപ്പിക്കുമോ നിങ്ങൾ? എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. 7 കിണറിലെ വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞ പോലെ ഭാര്യമാരെ 7 കിണറിലെ വെള്ളം കൊണ്ടുവന്നു. ഹബീബായ റസൂലുള്ളാഹിനെ കുളിപ്പിച്ചു. റസൂലുള്ളാഹിക്ക് ഒരു ചെറിയ ആശ്വാസം ലഭിച്ച പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആനായ പ്രവാചകൻ വീട്ടിൽ ഇങ്ങനെ കഴിയുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിക്ക് വീണ്ടും തളർച്ച വരുന്നു. മഹാനായ പ്രവാചകൻ ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹിന്റെ പള്ളിയുടെ ബാങ്ക് വിളിക്കാരനായ ബിലാൽ ലോകത്ത് മുഴുവൻ മനുഷ്യരോടും, എന്തിനേറെ കിസ്റ ഉമർ എന്ന് കേട്ടാൽ കിസ്റയും കൈസറും ഞെട്ടിവിറക്കുമായിരുന്നു. ആ ധീരനായ ഉമറിന്റെ നാവ് കൊണ്ട് പോലും കറുത്ത് കരിക്കട്ട പോലെ കറുത്ത മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുനാ ബിലാൽ, ഉമർ അടക്കമുള്ള ആളുകൾ സയ്യിദുനാ ബിലാൽ, ഞങ്ങളുടെ നേതാവ് ബിലാലേ എന്ന് വിളിപ്പിച്ചത് ഈ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെളുത്തുരുണ്ടിരിക്കുന്ന പേർഷ്യക്കാരനായ മഹാനായ സൽമാനുൽ ഫാരിസിയുടെയും ബിലാലിന്റെയും കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് വെളുപ്പും കറുപ്പും തമ്മിൽ വിവേചനമരുതെന്ന് 14 മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയോട് അത്രമാത്രം സ്നേഹമാണ് ബിലാലിന്. നമ്മൾ വിഷയത്തിന്റെ അവസാനം പറയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബിലാൽ അതാ വരുന്നു. നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ബിലാൽ വന്നുകൊണ്ട് വീടിന്റെ വാതിലിൽ നിന്നുകൊണ്ട് സാധാരണ വിളിക്കാറുള്ള പോലെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകരെ, നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് നബിയെ. റസൂലുള്ള ക്ഷീണിതനായി കിടക്കുകയാണ്. ആയിഷ ബീവിയാണ് മറുപടി പറഞ്ഞത്. ആയിഷ ബീവിയാണ് പറഞ്ഞത്, ഇദ്ഹബ് യാ ബിലാൽ, ബിലാലെ അങ്ങ് തിരിച്ചു പോവുക. ഹുവ മശ്ഗൂലൻ ബിനഫ്സി, റസൂലുള്ളാഹിക്ക് ഇപ്പോ വരാൻ കഴിയില്ല ബിലാലെ, റസൂലുള്ള ക്ഷീണിതനാണ്. മഹാൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് മറുപടി പറയുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിതനാണെന്നറിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയി. അല്പസമയം കഴിഞ്ഞു വീണ്ടും വന്നു. വാതിലിന്റെ അടുത്ത് വന്നുകൊണ്ട് വിളിച്ചു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, അസ്സലാ, നിസ്കാരത്തിന് സമയമായിട്ടുണ്ട് റസൂലേ. അപ്പോഴും റസൂലുള്ള ക്ഷീണിതനാണ്. ആയിഷ ബീവി പറഞ്ഞു, ബിലാലേ, ഇദ്ഹബ് യാ ബിലാൽ, ഹുവ മശ്ഗൂലൻ ബിനഫ്സി, ബിലാലേ തിരിച്ചു പോവുക. റസൂലുള്ളാഹിക്ക് ആശ്വാസമായിട്ടില്ല. അല്പനേരം കഴിഞ്ഞു വരൂ ബിലാലേ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. അല്പസമയം കഴിഞ്ഞു വീണ്ടും ബിലാൽ വന്നു. കാരണം റസൂലുള്ള ഇല്ലാതെ നിസ്കരിക്കാൻ സ്വഹാബത്ത് തയ്യാറല്ല. റസൂലുള്ള ഇമാമത്ത് നിൽക്കാത്തൊരു നമസ്കാരം അവർക്ക് പരിചയമില്ല. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ മിഹ്റാബിൽ എഴുന്നേറ്റ് നിൽക്കാത്ത നിസ്കാരം അവർക്ക് ഓർമ്മയില്ല. അവരാരും സമ്മതിച്ചില്ല റസൂലുള്ള വരട്ടെ. ഓരോ പോക്ക് പോയി വരുമ്പോഴും ബിലാലെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. റസൂലുള്ള ക്ഷീണത്തിൽ കിടക്കുകയാണെന്ന്. അല്പം കഴിഞ്ഞ് സുഖമാകും, റസൂലുള്ള വരട്ടെ നിസ്കരിക്കാൻ. അതാ മൂന്നാമതായും ബിലാൽ പോകുന്നു റളിയല്ലാഹു അൻഹു. വാതിലിന്റെ അടുത്ത് ചെന്നുകൊണ്ട് സലാം ചൊല്ലുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാ. ഹബീബായ നബിയെ, നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. അപ്പോഴേക്ക് റസൂലുള്ള ക്ഷീണത്തിൽ നിന്ന് അല്പം മുക്തി ലഭിച്ചിട്ടുണ്ട്. ഹബീബായ നബിയെ വിളി കേട്ടോ. വിളി കേട്ടപ്പോൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ, ബിലാലാണല്ലോ വീടിന്റെ പുറത്ത് നിന്ന് വിളിക്കുന്നത്, ബിലാലിനോട് ഇങ്ങ് വരാൻ പറ. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബിലാലിനോട് പറഞ്ഞു, ബിലാലെ, നിങ്ങളെ റസൂലുള്ള വിളിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വദാ വീട്ടിലേക്ക് കയറുകയാണ്. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണിതനായി കിടക്കുകയാണ്. വല്ലാത്ത ക്ഷീണമുണ്ട്. റസൂലുള്ളാഹിയോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബേ, നിസ്കാരമേ സ്വഹാബത്ത് കാത്തിരിക്കുകയാണ്. നിസ്കാരം തുടങ്ങിയിട്ടില്ല. നിസ്കാരത്തിന്റെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലേ, അന ഫീ സകറാത്തിൽ മൗത്ത്, ബിലാലെ, വല്ലാത്ത ഞാൻ മരണത്തിന്റെ വെപ്രാളത്തിലാണ് ബിലാലെ. ബിലാലെ, ഞാൻ എൻ്റെ റബ്ബിന്റെ വിളിയാളത്തിലേക്ക് ഉത്തരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ബിലാലെ. ഇതങ്ങതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ അബൂബക്കർ ഉണ്ടവിടെ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ഇതങ്ങ് കേൾക്കേണ്ട താമസം. ബിലാലതാ ഒരൊറ്റ ഓട്ടമാണ് പള്ളിയിലേക്ക്. വാക്കർബാ മുസൈബതാ വാ കർബാ വാ മുസൈബതാ. ബിലാലിന്റെ കരച്ചിലിന്റെ ശബ്ദം ഉയരുകയാണ്. സ്വഹാബത്ത് ഓടിക്കൂടുകയാണ്. ചോദിച്ചു, എന്തേ ബിലാലെ, എന്തേ ബിലാലെ? ബിലാൽ പറഞ്ഞു, ഹബീബായ നബി നിസ്കരിക്കാൻ വരില്ല. റസൂലുള്ള റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാൻ പോവുകയാണ്. മരണത്തിന്റെ വെപ്രാളത്തിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ കൂട്ടക്കരച്ചിലായി. പള്ളിയിൽ ആർത്തനാദങ്ങളായി. റസൂലുള്ള ഇല്ലാതെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഹബീബായ റസൂലുള്ള ഇമാമത്ത് നിൽക്കാത്തൊരു നമസ്കാരം സ്വഹാബത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. പള്ളിയിൽ ആർപ്പുവിളികളായി, കരച്ചിലായി, വല്ലാത്ത ശബ്ദകോലാഹലങ്ങളായി. ഹബീബായ റസൂൽ നേതാ വീട്ടിലിരുന്നത് കേൾക്കുകയാണ്. ആയിഷയോട് ചോദിച്ചു, ആയിഷ, എന്താണ് ആയിഷ കേൾക്കുന്ന ശബ്ദം? ആയിഷ ബീവി പറഞ്ഞു, റസൂലേ, അങ്ങയുടെ സ്വഹാബത്ത് കരയുകയാണ്. യാ നബി അല്ലാഹ്. റസൂലുള്ള ചോദിച്ചു,
എന്തിനാ കരയുന്നത്? ആയിഷ ബീവി പറഞ്ഞു, അങ്ങ് ബിലാലിനോട് പറഞ്ഞില്ലേ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ ഞാൻ ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട് കരയുകയാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയമതാ രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ എനിക്ക് അല്പം ആശ്വാസം നൽകണേ റബ്ബേ. അല്ലാഹുവിന്റെ ദുആയുടെ അല്ലാഹുവിനോടുള്ള ദുആക്ക് ഉത്തരമുണ്ടായി. റസൂലുള്ളാഹിക്ക് ഒരു ആശ്വാസം ലഭിച്ചു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന് ആശ്വാസം ലഭിച്ചു. റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് അലി, അലിയെ വിളിച്ചു. അതേപോലെ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട അമ്മ പിതൃവ്യനാണല്ലോ അബ്ബാസ്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു അബ്ബാസിനോട്. അതേപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. ഹബീബായ നബിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയ രംഗമാണ് ഉഹദിന്റെ രണാങ്കണം. റസൂലുള്ളാഹി കരയുന്നത് സ്വഹാബത്ത് നോക്കി കണ്ട രംഗമാണ്. ഉഹദിന്റെ രണാങ്കണം ഹംസയുടെ കരൾ പറിച്ചു തുപ്പിയ രംഗം കണ്ടപ്പോ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ഹയ്യമ്മേ ഹംസ എന്റെ ഇളയപ്പാ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി കരഞ്ഞത് അവിടെ വെച്ചുകൊണ്ടായിരുന്നു. ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംസയുടെ കയ്യ് മുറിച്ചെടുത്തിട്ടുണ്ട്, കഷ്ണം കഷ്ണമായി മാറ്റിയിട്ടുണ്ട്, ശരീരം വികൃതമാക്കിയിട്ടുണ്ട്. ദേഷ്യം വരാത്തത് കൊണ്ട് ഹിന്ദൊരു ചാട്ടുളിയെടുത്ത് നെഞ്ചത്തെ കാഞ്ഞു കുത്തിയിട്ട് കരളെന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് ചവച്ചു തുപ്പി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഈ രംഗം കണ്ടാണ് റസൂലുള്ളാഹി പൊട്ടിക്കരഞ്ഞത്. സഹാബത്ത് അത് നോക്കി നിന്നത്. ആ ഹിന്ദിന് പോലും റസൂലുള്ളാഹി മാതൃക റസൂലുള്ളാഹി മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ടാകുമല്ലോ, പ്രവാചകന്റെ ചിത്രം വരച്ചിട്ട് തലപ്പാവിലൂടെ ബോംബ് പൊട്ടുന്ന രംഗം വരച്ചുകൊണ്ട് മുഹമ്മദ് തീവ്രവാദിയായ പോലെ മുഹമ്മദിന്റെ അനുചരന്മാർ തീവ്രവാദികളെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ടല്ലോ. കിസീസേ ന ബദലാ ലിയാ ഹസരത് ന കബീബി അഗർ മാറാ तो अखलाक के तलवार से मारा. ഹബീബായ നബിയായ ഹിന്ദിനെ പോലും പുറത്തു കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മറ്റൊരു പിതൃവനാണ് അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഫളൽ അവിടെയുണ്ട്. ഫളലിനെയും വിളിച്ചു, അലിയെയും ഫളലിനെയും വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫളലെ അലിയെ എന്നെ പള്ളിയിലേക്ക് പോകാൻ സഹായിക്കൂ. അവരതാ പള്ളിയിലേക്ക് നടക്കുന്നു. അവർ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ തോളിൽ കൈവച്ചിരിക്കുകയാണ്. തോളിൽ കൈവച്ചുകൊണ്ട് അവർ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. റസൂലുള്ളാഹി അതാ പള്ളിയിലേക്ക് വരുന്നു. സ്വഹാബത്ത് കൂട്ടക്കരച്ചിലാണ്. പെട്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ഇതാ റസൂലുള്ളാഹി വരുന്നു. എല്ലാവർക്കും സന്തോഷമായി. കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ തുടച്ചു. എല്ലാവരും സന്തോഷത്തിലിരുന്നു. എല്ലാവരും മനസ്സിലാക്കി റസൂലുള്ളാഹി തിരിച്ചു വരികയാണ്. സ്വഹാബത്ത് അച്ചടക്കത്തോടുകൂടെ ഇരുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കടന്നു വരുന്നു പള്ളിയിലേക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സാധാരണ ഖുതുബയോദാറുള്ള മിമ്പറിയുടെ ഏറ്റവും താഴ്ന്ന പടിയിൽ പോയിരിക്കുകയാണ്. അവിടെ പോയിരുന്നു റസൂലുള്ളാഹി. തുമ്മ ഹമിദല്ലാഹ്, പിന്നെ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. വാതന അലൈ, അല്ലാഹുവിന്റെ മദ്ഹുകൾ ധാരാളം പറഞ്ഞു. എന്നിട്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ എനിക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതേപോലെ ഞാനും അദൂഖുൽ മൗത്ത്, ഞാനും മരണത്തെ രുചിക്കുന്നു. സ്വഹാബാ ലിമ തുൻകിറൂന അലയ്യ, നിങ്ങൾ എന്തിനാണ് ഞാൻ മരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാണ് വെപ്രാളം കാണിക്കുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സമാധാനിപ്പിച്ചു. റസൂലുള്ളാഹിക്ക് വലിയ വിഷമമുണ്ട്, വേദനയുണ്ട്. പക്ഷേ സ്വഹാബത്തിനെ റസൂലുള്ളാഹി സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബ, നിങ്ങൾ ആരും എൻ്റെ മരണത്തെ നിഷേധിക്കണ്ട, ഞാൻ മരണപ്പെടും സ്വഹാബ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഹബീബായ നബിയദാ സ്വഹാബത്തിനെ ചില കാര്യങ്ങളൊക്കെ വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കുകയാണ്. മരണപ്പെടാൻ പോകുന്നതിന് മുമ്പ്, വഫാത്താകാൻ പോകുന്നതിന് മുമ്പ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു
അലൈഹി വസല്ലം നിങ്ങൾ സ്ത്രീകളെ പെൺകുട്ടികളെ കുടിച്ചു മൂടുന്ന ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകരുത് സഹാബ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു സഹാബ അവർ അവരുടെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ മുഖത്തടിക്കാറുണ്ടായിരുന്നു. ദേഷ്യം പിടിച്ചാൽ ഭാര്യമാരുടെ മുഖത്തടിക്കും. റസൂലുള്ളാഹി പറഞ്ഞു ലാ തുദ്രിബൂ വജ്ഹഹാ, സ്ത്രീകളുടെ മുഖത്തടിക്കരുത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. സ്ത്രീകളുടെ മുഖത്തടിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടയാളെന്നല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പെങ്ങളെ, ഇതിനേക്കാൾ സുന്ദരമായ ഒരു സന്ദേശം നിങ്ങൾക്ക് വേണ്ടി ലോകത്ത് പ്രഖ്യാപിച്ച ഒരു നേതാവിനെ കാണിക്കോ നിങ്ങൾ, ഒരു നേതാവിനെ കാണിക്കോ നിങ്ങൾ, ഒരു നേതാവിനെ കാണിക്കോ നിങ്ങൾ. സലാമുസ് നാ ഖുദാ പർ ആഖിരി ഇൻസാൻ കാമിൽ पर सफीना डूबते इंसान का जलाया साहिल पर. മനുഷ്യത്വം മുങ്ങി നശിച്ചു പോകുമ്പോ ആ മനുഷ്യത്വത്തെ കരക്ക് കയറ്റാൻ വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂൽ ഖൽബിൽ ഉണ്ടായോ? ഈ നബിയോട് സ്നേഹമുണ്ടായോ? ഈ നബിയെ മറന്നുപോയോ? ഇന്ന് എത്ര തവണ ഓർത്തു മുത്തു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ, സർവത്തിനേക്കാളും സ്നേഹിക്കാതെ ഒരാളുടെ ഈമാൻ പൂർണ്ണമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വതക്ക ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിക്കാൻ പോകുകയാണല്ലോ. റസൂലുള്ളാഹിന്റെ പേരിൽ സ്നേഹത്തിന്റെ സ്വർണ്ണാഭരണങ്ങളുണ്ടോ? ഈ സദസ്സിലേക്ക് വരാൻ ഹബീബായ നബിയുടെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുത്തേക്കോ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് ധന്യമായ സദസ്സിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. എനിക്കല്ല റബ്ബിന്റെ ഈ മസ്ജിദിന്റെ കാര്യം പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. തന്റെ കുഞ്ഞുമോൾ ജനിച്ചു വീഴുമ്പോഴേക്ക് അവരുടെ കഴുത്തിലും കാതിലും നെടയെ വാരിക്കോരി എറിഞ്ഞു കൊടുക്കുന്നവർ, ആരാന്റെ കുഞ്ഞിന് സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ന പേരിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നവർ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിൽ ഉള്ള ഒരു സ്വർണത്തിന്റെ ചെറിയ ആഭരണമെങ്കിലും ഒരു തുട്ടെങ്കിലും ഈ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പള്ളിയുടെ കാര്യത്തിനായി അല്ലാഹു സ്വർഗ്ഗത്തിലെ കൂട്ടുകെട്ട് നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, അറബികൾക്കിടയിൽ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സ്വഭാവം എന്നറിയുമോ? മാസക്കുളിയുടെ പിരീഡിലുള്ള സ്ത്രീകൾ, മെൻസസായ സ്ത്രീകളെ വീട്ടിൽ നിന്ന് വരറക്കി കൊണ്ടുപോകും. വളരെ വിദൂരത്ത് ചെറിയൊരു ചെറ്റക്കുടിൽ കെട്ടിയുണ്ടാക്കും. മെൻസസ് തീരുന്നത് വരെ അവിടെയാണ് അവരെ ഉപേക്ഷിക്കുക. വെള്ളവും ഭക്ഷണവും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കല. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, അരുത് സഹാബാ, അവർ നിങ്ങളുടെ ഭാഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒട്ടകത്തിന് മൂക്കുകാരെ പിടിച്ചു നടക്കാൻ മാത്രം പരിചയമുള്ള കാട്ടറബികൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ മോചനത്തിന്റെ ശബ്ദം മുഴക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, അൻസാരികളെ നിങ്ങൾ സ്നേഹിക്കണം, അൻസാരികളെ നിങ്ങൾ വെറുപ്പിക്കരുത്. സ്വഹാബ അൻസാരികൾ ആരാണെന്നറിയുമോ? മക്കയിൽ നമ്മുടെ നാട്ടുകാരാറ്റി ഓടിച്ചപ്പോ എല്ലാം നൽകി നമ്മെ സ്വീകരിച്ചവരാണവർ. സ്വത്തിന്റെ പകുതി എന്ന് കൊടുത്തോ മുഹാജിറായ സഹോദരന്. ഭാര്യമാർ അവിശ്വാസികളാണ്, ഭർത്താവിനെ അവർ ഉപേക്ഷിച്ചു. മദീനയിലേക്ക് ഓടിപ്പോന്നപ്പോ രണ്ട് ഭാര്യമാരുണ്ടായിരുന്ന മദീനക്കാർ സുന്ദരിയായ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ട് മുഹാജിറായ തന്റെ സഹോദരന് വിവാഹം കഴിച്ചു കൊടുത്തവരാണവർ. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, അൻസാരികളെ നിങ്ങൾ വെറുപ്പിക്കരുത്. സഹാബാ, അൻസാരികളെ നിങ്ങൾ വെറുപ്പിക്കരുത്. അൻസാരികൾ എന്റെ സ്നേഹഭാജനമാണ്, അവരെ നിങ്ങൾ സ്നേഹിക്കണം സഹാബ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, സഹാബ, വാപ്പമാർ ചെറുപ്പത്തിൽ മരിച്ചുപോയി യതീമായ മക്കളുണ്ടല്ലോ, അതവർക്കൊരു പരീക്ഷണമാണ്. മക്കളെ യതീമകളാക്കി വാപ്പമാരെ അല്ലാഹു വിളിച്ചു കൊണ്ടുപോയി. റബ്ബിന്റെ പരീക്ഷണം
പരീക്ഷണമാണ് നമ്മുടെ മുമ്പിലുള്ള. അതുകൊണ്ട് സ്വഹാബ, യതീമുകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹിന്റെ അവസാന പ്രസംഗത്തിലെ വസിയത്തായിരുന്നത് അനാവ കാഫിറുൽ യതീമി ഹാകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ പ്രകാരമാണ്. നിങ്ങൾ യതീമിന്റെ തല തടവി ആശ്വസിപ്പിക്കണേ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, സഹാബ, സമൂഹത്തിലെ പാവങ്ങളായ ആളുകൾ, ദരിദ്രനായ ആളുകൾ, അവരെ ദരിദ്രനാക്കിയത് അല്ലാഹുവാണ്. അവരുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണേ. പാവപ്പെട്ടവർക്ക് വേണ്ടിയും യതീമുകൾക്ക് വേണ്ടിയും വിധവകൾക്ക് വേണ്ടിയും ഒക്കെ ശ്രമിക്കുന്നയാൾ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് സ്വഹാബത്തിനെ ഉത്ബുദ്ധരാക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം വാളുകൊണ്ട് കഴുത്തറുക്കുന്നവരാകരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഇന്ന് ഹബീബായ റസൂലുള്ളാഹി ഉണ്ടായിരുന്നുവെങ്കിൽ ഖൽബ് വേദനിക്കുമായിരുന്നില്ലേ? ഈ ദീനിന്റെ പേരിൽ തന്നെയല്ലേ പള്ളിക്ക് പകരം പള്ളികൾ പൊങ്ങുന്നത്, നബിദിനത്തിന് പകരം നബിദിനങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിലുള്ള സ്നേഹത്തിന്റെ നബിദിനങ്ങൾക്ക് പകരം നബിദിനങ്ങൾ, പള്ളികൾക്ക് പകരം പള്ളികൾ, ഖാദിമാർക്ക് പകരം ഖാദിമാർ. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം കഴുത്തറുക്കുന്നവരായി മാറരുത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗത്തിന്റെ അവസാന ഭാഗമായപ്പോ റസൂലുള്ളാഹിന്റെ ഗൗരവം കൂടി വന്നു. ഹബീബായ നബി പറഞ്ഞു, ഇതാ സ്വഹാബ, പലിശയുടെ അവസാനത്തെ നാണയവും ഞാനിതാ ഈ മണ്ണിൽ കുടിച്ചു മൂടുന്നു. എന്റെ കാലുകൾക്കിടയിൽ ഞാൻ കുടിച്ചു മൂടുകയാണ്. പലിശയുടെ അവസാനത്തെ തൊട്ട് നാണയവും ഈ മണ്ണിൽ കുടിച്ചു മൂടപ്പെടുകയാണ്. ഇനി ആരും പലിശ വാങ്ങരുത്, പലിശയിലേക്ക് ആരും അടുക്കരുത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അർത്ഥഗംഭീരമായ വസിയത്തായിരുന്നു. പ്രഭാഷണത്തിന്റെ എല്ലാ ഭാഗവും പറഞ്ഞു തീർക്കാൻ സമയമില്ല. അങ്ങനെ അവസാനത്തോടെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിസ്കാരം നിങ്ങൾ കളയരുത്, നിസ്കാരം നിങ്ങൾ കളയരുത്. സ്വഹാബ, ആഖിറത്തിൽ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ നിങ്ങൾ എന്നെ നിസ്കാരം കൊണ്ട് സഹായിക്കണേ. നിസ്കാരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിസ്കാരം നിങ്ങളുടെ റെഡിയാണെങ്കിൽ ആഖിറത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് റബ്ബുമായി ഇടപെടാൻ കഴിയുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നിസ്കാരത്തിന്റെ വസിയത്തും കൂടെ നടത്തുകയാണ്. ഉമ്മമാരെ മറന്നു പോകണ്ട, സഹോദരങ്ങളെ മറന്നു പോകേണ്ട. നമ്മുടെ ഉപ്പമാരെക്കാൾ ഉമ്മമാരെക്കാൾ നമ്മെ സ്നേഹിച്ച നമ്മുടെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയത്താണ് നിസ്കാരം കളയരുത് എന്ന്, നിസ്കാരം കളയരുത് എന്ന്. എന്റെ പെങ്ങളെ, സൽക്കാരത്തിന്റെ പേരിൽ നിസ്കാരം കളയുന്ന എന്റെ പെങ്ങളെ, കല്യാണത്തിന്റെ മംഗളത്തിന്റെ പേരിൽ നമസ്കാരം ഉപേക്ഷിച്ചവരെ മുത്ത് റസൂൽ മഹ്ശറയിൽ വരുമ്പോ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ നമുക്ക്? എന്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ ഭർത്താവ് കടന്നിറങ്ങുമ്പോ ഈ ഭർത്താവ് നിന്റെ കൂടെ സ്വർഗത്തിലും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നീയല്ലേ നിന്റെ ഭർത്താവിനെ വിളിച്ചുണർത്താത്തത്? ഈ ഭർത്താവിന് എങ്ങനെ മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയും നാളെ മഹ്ശറയിൽ വെച്ച്? ചിന്തിക്കന്റെ പെങ്ങളെ, നമസ്കാരം നിലനിർത്താൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളതാ സ്വഹാബത്തിനോട് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി അതാ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ് വീട്ടിലേക്ക്. വീട്ടിലെത്തിയപ്പോഴേക്ക് റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു ക്ഷീണം, വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു വിഷമം. റസൂലുള്ള വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. അത്ര നേരം സംസാരിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. റസൂലുള്ള കടന്നു. ഹബീബായ നബി അതാ കടന്ന പാടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവുകയാണ്. ഹബീബായ റസൂലുള്ള അല്പസമയം കഴിഞ്ഞു. ക്ഷീണം മാറിയ റസൂലുള്ള റസൂലുള്ള ഒരു സമാധാനത്തിലും സ്വസ്ഥതയിലും ഇങ്ങനെ ഇരിക്കുകയാണ്. രോഗമുണ്ട്. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ടവൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹബീബായ നബിയുടെ കരളിന്റെ ഘട്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കടന്നു വരുന്നത്. റസൂലുള്ളാഹിക്ക് ഫാത്തിമ വരുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ള ആവേശപൂർവ്വം എഴുന്നേറ്റ് നിൽക്കും. പക്ഷേ ഇപ്പൊ റസൂലുള്ളാഹിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. നല്ല ക്ഷീണമുണ്ട്. മകൾ വരുന്നത് കണ്ടപ്പോഴേ റസൂലുള്ള പുഞ്ചിരിച്ചോ, മകളെ ആലിംഗനം ചെയ്തോ, കിടക്കുന്ന മെത്തയിൽ വെച്ച് മകളുടെ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിച്ചോ. കവിളുകളിൽ തുരുതുരാ ചുംബന. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര മകളെ അടുത്തിരുത്തി. റസൂലുള്ളാഹിന്റെ മക്കളിൽ ഫാത്തിമ മാത്രമേ അന്ന് ബാക്കിയുള്ളൂ. അല്ലാത്തവരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആൺമക്കളൊക്കെ ജനിച്ച് അധികം കഴിയാതെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മഹദി സൈനബ് റളിയല്ലാഹു അൻഹ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, റുഖിയ ഹിജ്റയുടെ 2-ാം വർഷം മരണപ്പെട്ടു. ഉമ്മു കുൽസൂം സൈനബ് റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ 7-ാം വർഷം മരണപ്പെട്ടു, 8-ാം വർഷം മരണപ്പെട്ടു. അതേപോലെ ഉമ്മു കുൽസൂം ഹിജ്റയുടെ 9-ാമത്തെ വർഷവും മരണപ്പെട്ടു. ഇനി ഫാത്തിമ മാത്രമേ ബാക്കിയുള്ളൂ. റസൂലുള്ളാഹിന്റെ മക്കളിൽ ഫാത്തിമ വന്നു, ചുംബനമർപ്പിച്ചു. റസൂലുള്ള ഫാത്തിമാനെ തന്റെ അടുത്ത് പിടിച്ചിരുത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടവിടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ശരീരത്തിലേക്ക് മാറിടത്തിലേക്ക് വാരിപ്പുണർന്നു. ഫാത്തിമയുടെ ഇടത് ചെവിയിൽ റസൂലുള്ള ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമയതാ പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ള തന്റെ ചുണ്ട് ഫാത്തിമയുടെ ഇടത് ചെവിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടൊരു രഹസ്യം പറയുന്നു. ഫാത്തിമ ബീവി പൊട്ടി പൊട്ടി കരയുന്നു. ഹബീബായ റസൂലുള്ള അത് കാണുകയാണ്. ഉടനെ തന്നെ അതാ തന്റെ മകളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് വലത് ചെവിയിൽ രഹസ്യം ഫാത്തിമ ബീവി അതാ പുഞ്ചിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന ആയിഷ ബീവി ചോദിച്ചു, മോളെ എന്താ നിന്നോട് ഉപ്പ പറഞ്ഞത്? നീ ആദ്യം കരഞ്ഞത്, രണ്ടാമത് ചിരിച്ചത്? ഒരു തവണ വന്ന് പരിശോധിക്കാറുണ്ട് ഫാത്തിമ. ഈ കൊല്ലം ജിബ്രീൽ എന്റെ അടുത്ത് 2 തവണ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു മോളെ എന്നാണ്. ഇതങ്ങ് കേട്ടപ്പോഴാണ് ഫാത്തിമ കരഞ്ഞത് റളിയല്ലാഹു അൻഹ. ഫാത്തിമക്ക് ദുനിയാവിൽ ഏറ്റവും സ്നേഹമുള്ളത് ഹബീബായ നബിയോടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമക്ക് അത് കേൾക്കാനും കഴിഞ്ഞില്ല. വിങ്ങി വിങ്ങി പൊട്ടാൻ തുടങ്ങി ഫാത്തിമ. അപ്പോഴാണ് ഹബീബായ നബി രണ്ടാമതൊന്നുകൂടെ പിടിച്ചിട്ട് വലത് ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്. ഫാത്തിമ പുഞ്ചിരിച്ചു. ഫാത്തിമ പറഞ്ഞു, വലത് ചെവിയിൽ എന്നോട് പറഞ്ഞത്, മോളെ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് ചേരുന്നതാരാണെന്ന് എന്റെ റബ്ബിനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ എന്നോട് എന്റെ റബ്ബ് പറഞ്ഞത് അൻതിയ ഫാത്തിമ, ഫാത്തിമ നീയാണെന്നാണ്. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് ഇത് പറയുകയാണ്. വീട്ടിലാകെ മൂകതയാണ്, ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. അതുവരെ അവിടെ ഉണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് വീട് വരെ ഒന്ന് പോയി വരാൻ സമ്മതം ചോദിച്ചു പോയിരിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി എഴുന്നേറ്റ് പള്ളി വരെ വന്നു, ആശ്വാസമുണ്ടെന്ന് കരുതി പോയതാണ്. പല സ്വഹാബാക്കളും സ്ഥലം വിട്ടിരിക്കുകയാണ്, അവിടെ ഇല്ല. അപ്പോഴതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഏതാനും ചില ആളുകളെ വീട്ടിലുള്ളൂ. അപ്പോഴതാ വീടിന്റെ വെളിയിൽ നിന്ന് ആരോ ഒരാൾ വിളിക്കുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ ഇഫ്തഹിൽ ബാബ് ഇഫ്തഹിൽ ബാബ്. നബിയേ വാതിൽ തുറക്കൂ. അപ്പോഴേക്ക് റസൂൽ
റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു ക്ഷീണം വന്നിട്ടുണ്ട്. റസൂലുള്ള ഒരു മയക്കത്തിൽ കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പോഴാണ് ഫാത്തിമ ബീവി മറുപടി പറഞ്ഞത്, ഇപ്പൊ റസൂലുള്ളാഹിക്ക് ആരോടും സംസാരിക്കാൻ കഴിയില്ല, റസൂലുള്ള ക്ഷീണിതനാണ്, അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോകുമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്. അല്പസമയം കഴിഞ്ഞ് വീണ്ടും അതാ, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ ഇഫ്തഹിൽ ബാബ, വാതിൽ തുറക്കൂ നബിയേ. അപ്പോഴും ഫാത്തിമ ബീവി റസൂലുള്ള ക്ഷീണത്തിലാണ്. ഫാത്തിമ ബീവി പറഞ്ഞു, ഇല്ല, റസൂലുള്ളാഹിക്ക് ക്ഷീണം മാറിയിട്ടില്ല, ആരോടും റസൂലുള്ള സംസാരിക്കുകയില്ല, ഇത് അങ്ങ് തിരിച്ചു പോയിക്കോളോ. അല്പസമയം ആ ശബ്ദത്തിന് ശമനമുണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ ഇഫ്തഹിൽ ബാബ്, റസൂലേ വാതിൽ തുറക്കോ. അപ്പോഴേക്ക് റസൂലുള്ള ഈ വിളി കേട്ടോ. ക്ഷീണമുണ്ട് റസൂലുള്ളാഹിക്ക്. ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ ആരോ വീടിന്റെ അപ്പുറത്ത് നിന്ന് വാതിലിന്റെ അപ്പുറത്ത് നിന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഫാത്തിമ വാതിൽ തുറന്നു കൊടുക്കോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മെല്ലെ എഴുന്നേറ്റ് പോയിട്ട് കതകിനിടയിലൂടെ നോക്കി, ആരാണത്? ഒരു അറാബിയുടെ രൂപത്തിലുള്ള മനുഷ്യനാണ്. ഫാത്തിമ ബീവി വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, അതൊരു അറാബിയാണെന്ന് തോന്നുന്നു. റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ നീ വാതിൽ തുറന്നു കൊടുക്ക്. ഇഫ്തഹി യാ ഫാത്തിമ, വളരെ ഫാത്തിമ വാതിൽ തുറന്നു കൊടുക്ക്. ഫാത്തിമ ബീവി വാതിൽ തുറക്കുകയാണ് റളിയല്ലാഹു അൻഹ. വാതിൽ അങ്ങ് തുറന്നു പോയതാ. പുറത്തുണ്ടായിരുന്നയാൾ അകത്തേക്ക് കടക്കുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങേക്ക് സലാം. റസൂലുള്ള സലാം അടക്കി. ആഗതനായ ആളോട് റസൂലുള്ള ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? അപ്പൊ ആഗതനായ ആൾ പറഞ്ഞു, നബിയേ, എന്റെ വരവിന് 2 ലക്ഷ്യമുണ്ട് നബിയേ. ഒന്നങ്ങ് രോഗിയാണല്ലോ, അങ്ങയുടെ രോഗം സന്ദർശിക്കാൻ വന്നതാണ് ഞാൻ, അതാണ് എന്റെ ആഗമനത്തിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമോ? രണ്ടാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം നബിയെ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ അങ്ങയുടെ റൂഹ് പിടിച്ചു വരാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങയും കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കേണ്ട താമസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിഷമവുമില്ല. അസ്രായിലിനോട് പറഞ്ഞു, അസ്രായിലേ, എൻ്റെ റബ്ബിന്റെ ഇഷ്ടമതാണെങ്കിൽ ഞാൻ ആ ഇഷ്ടത്തിന് വിഘ്നമായി നിൽക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് ആഗ്രഹമില്ല. അസ്രായിലേ, എൻ്റെ റബ്ബിന് എൻ്റെ റൂഹ് പിടിക്കലാൻ ഇഷ്ടമെങ്കിൽ ഞാൻ സമ്മതം നൽകുന്നു. അസ്രായിലേ അലൈഹിസ്സലാം, മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. കാട്ടറബികൾക്കിടയിലേക്ക് 21-ാം നൂറ്റാണ്ടിൽ പോലും വിശദീകരിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത അത്ര മഹത്വത്തിന്റെ തത്വങ്ങളുമായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വിപ്ലവത്തിന്റെ നേതാവ്, അതേപോലെ പരിവർത്തനത്തിന്റെ നായകൻ, സ്ത്രീകളുടെ മോചനത്തിന്റെ നേതാവ്, അടിമകളെ ചങ്ങലകളിൽ നിന്ന് പൊട്ടിച്ച് രക്ഷപ്പെടുത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം അതാ റസൂലുള്ളാഹിന്റെ സമ്മതം ലഭിക്കേണ്ട താമസം റസൂലുള്ളാഹിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഹബീബായ നബിയോട് ചേർന്ന് നിന്നു മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് തല വെച്ച് കിടക്കുന്നത്. ആയിഷ ബീവിയുടെ മടിയിലാണ് തല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ് സമ്മതം അങ്ങ് ലഭിക്കേണ്ട താമസം അസ്രായീൽ ഒന്ന് ചാരി നിന്നു. അടുത്ത് നിന്നിട്ട് റസൂലുള്ളാഹിന്റെ റൂഹ് മെല്ലെ വലിക്കുകയാണ്. ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിളവാൻ. റസൂലുള്ളാഹിന്റെ റൂഹിനെ മെല്ലെ അങ്ങ് വലിക്കുകയാണ്. എൻ്റെ സഹോദര, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് മെല്ലെ ഒന്ന് ഇളങ്ങുകയാണ്. റസൂലുള്ളാഹിക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് റസൂലുള്ളാഹി തല വെച്ചിരിക്കുന്നത്. വല്ലാത്തൊരു വെപ്രാളം, വല്ലാത്തൊരു പ്രയാസം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തല മടിയിൽ നിന്ന് തല വെച്ച് റസൂലുള്ളാഹി പ്രയാസം കാണിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള വെള്ളപ്പാത്രത്തിൽ കൈ നനച്ചുകൊണ്ട് മുഖം ഇങ്ങനെ തടവുകയാണ്. ആയിഷയോട് പറയുകയാണ്, യാ ആയിഷ ഇന്നൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന്റെ വേദന അസഹനീയമാണ്, വല്ലാത്ത വേദനയാണ് ആയിഷ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണേ എന്ന് പറയുന്നത് ആരാണെന്നറിയുമോ? ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലാണ് ആയിഷയോട് പറയുന്നത്. ആയിഷ, സഹിക്കാൻ കഴിയുന്നില്ല വേദന. നിങ്ങൾ ചോദിക്കും, പിന്നെ എന്താ നമ്മുടെ നാട്ടിലൊക്കെ മഹാകുടിയന്മാർ, മുഴുകുടിയന്മാർ, തമ്മാടികൾ, അവർ മരിക്കുമ്പോ എന്താ വേദന അനുഭവപ്പെടാത്തത്, കരയാത്തത്? നമ്മളൊന്നും കാണുന്നില്ലല്ലോ. വേദന ശക്തമായി അസഹനീയമായി വെപ്രാളപ്പെട്ട് അമ്പാളിച്ചു പേടിച്ചു പോകുന്നതാണ്. പേടിച്ചാൽ പിന്നെ ഒരാൾ സംസാരിക്കുകയില്ലല്ലോ. പേടിച്ചാൽ ഒരാൾ സംസാരിക്കുമോ? അമിതമായി പേടിച്ച ആളുകളുടെ നാവ് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന പോലെ ഈ രംഗമൊക്കെ കാണുമ്പോഴേക്കാകെ ബേജാറാകും, അനങ്ങാൻ കഴിയില്ല. പിന്നെ അയാളുടെ കണ്ണുകളിൽ എന്തൊക്കെയോ കാണുന്നുണ്ടാകും. ഹബീബായ റസൂലുള്ളാഹിക്ക് ചെറിയ വേദനയായതുകൊണ്ടാണ് ആയിഷ ബീവിയോട് സംസാരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലൊക്കെ മരണപ്പെടുന്നവർ പലപ്പോഴും പറയാറില്ലേ, ഉപ്പ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ചുണ്ടുകൊണ്ട്. ഞാൻ ചെവി അടുപ്പിച്ചു പിടിച്ചു നോക്കി, ഉപ്പ ഒന്നും പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ മരിച്ചു പോയല്ലോ, ഭർത്താവ് എന്നോട് എന്തൊക്കെയോ ചുണ്ടനക്ക് പറയുന്നുണ്ടായിരുന്നു, അക്ഷരമൊന്നും വെളിവായില്ല. പേടിച്ചരണ്ടവന് സംസാരിക്കാനും കഴിയില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെയൊക്കെ മരണം. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആ ഘട്ടം കടന്നു വരാനുള്ളവരാണ്. അല്ലാഹുവേ, മരണം നീ എളുപ്പമാക്കി തരണേ അല്ലാ. മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹിദായിരുന്ന വേദന നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു കുട്ടി കാണുന്ന സ്വപ്നത്തെ കുറിച്ച് എന്നോട് പറഞ്ഞോ. ആ കുട്ടി വല്ലാതെ ബേജാറായി. 38ാമത്തെ ദിവസം കുട്ടിയുടെ ഭർത്താവിനെ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിച്ചു. എന്തായിരുന്നു കാരണം എന്നറിയോ? ആ കുട്ടി സ്വപ്നം കാണുകയാണ്. രാത്രി കിടന്ന് കണ്ണടച്ചാൽ സ്വപ്നം കാണും. എന്താ സ്വപ്നം കാണുന്നത്? ഒരാൾ വന്ന് തന്നെ പൂർണ്ണമായി നഗ്നയാക്കിയിട്ട് വലിയ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് തന്റെ നഞ്ഞത്തും തലക്കും അടിക്കുന്നതാണ് ആ കുട്ടി സ്വപ്നം കാണുന്നത്. ഞാനിത് കഥ പറയുകയില്ല. എന്നോട് വന്നൊരു വേദന പറഞ്ഞ കുടുംബത്തിന്റെ വേദന പങ്കുവെക്കുകയാണ്. ഈ കുട്ടി ഈ സ്വപ്നം കണ്ടോ? ഉറങ്ങാൻ ഈ കുട്ടിക്ക് കഴിയില്ല. കണ്ണടച്ചാൽ ഈ രൂപം കാണും. എന്റെ സഹോദര, ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിക്ക് അങ്ങനെ വേദന ഉണ്ടായി, നമ്മൾ എന്തുകൊണ്ടത് കാണുന്നില്ല എന്ന് ചോദിക്കുന്നതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഈ കുടുംബം എന്നുകൊണ്ട് പറഞ്ഞ് കുട്ടിയോട് ആരോ പറഞ്ഞോ, അങ്ങനെ സ്വപ്നം കണ്ടാൽ 40ാമത്തെ ദിവസം മരിക്കുമെന്ന്. കുട്ടി ബേജാറായിട്ട് ഭർത്താവിനെ വിളിച്ചു. വിദേശത്ത് നിന്ന് 38ാമത്തെ ദിവസമായി യുവാവിന്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഭാര്യ 40 ദിവസമായി സ്വപ്നം കാണുന്നു, ഉറങ്ങിയിട്ടില്ല, തടി ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഉറങ്ങാത്തത് കൊണ്ട് തടി ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നല്ല സുന്ദരിയായിരുന്നു എന്റെ ഭാര്യ, മെലിഞ്ഞൊട്ടി പോയിട്ടുണ്ടവൾ. പേടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, രാത്രി കടന്ന് കണ്ണടച്ചാൽ അവൾ കാണുന്ന സ്വപ്നം ഇതാണ്. എന്റെ ഉമ്മ, ഇതാർക്കെങ്കിൽ ഭർത്താവ് അടുത്തുണ്ട്, ഭർത്താവിനെ കാണുന്നില്ല. ഭാര്യ ഞെട്ടി ഉണരുകയാണ്. എന്നാലോ മരിക്കാൻ പോകുമ്പോ പിന്നെ ഒരു ഉണർച്ചയില്ല. ആ തളരൽ തന്നെയാണ് അവസാനത്തെ തളരൽ. പേടിച്ചരണ്ടു പോവുകയാണ്. രംഗം കാണുന്ന സമയത്ത് മനുഷ്യൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, പറഞ്ഞേക്കൂ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റായീൽ അലൈഹിസ്സലാം അതാ രണ്ടാമതും മെല്ലെ ശരീരത്തിൽ നിന്ന് റൂഹെന്ന് വലിക്കുന്നു. റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു പ്രയാസം. ഹബീബായ നബി അസ്റായീലിനോട് പറയുകയാണ്, അസ്റായീൽ ഖഫിഫ് യാ അസ്റായീൽ, അസ്റായീലേ, എന്റെ വേദന ഒന്ന് ലഘൂകരിച്ചു തരണേ. അസ്റായീലേ, സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹബീബായ നബി ചോദിച്ചു, അസ്റായീലേ, മരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തിന് ഇങ്ങനെ വേദന ഉണ്ടാകുമോ? അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ,
അങ്ങയുടെ ഉമ്മത്തിനെന്നല്ല, അണ്ടകടാഹത്തിലെ ഏറ്റവും ചെറിയ വേദനയാണിത്. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ വേദനയാണ് അങ്ങയുടെ ഉമ്മത്തിനെന്ന് പറഞ്ഞപ്പോഴാണ് ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയാണ് നമ്മൾ റസൂലുള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് എൻ്റെ സഹോദര, ലോകത്ത് റസൂലുള്ളാഹിയല്ലാതെ വേറൊരു ഇഷ്ടഭാചനം നമുക്കുണ്ടാകരുത്. ആ നേതാവിനേക്കാൾ വലിയൊരു നേതാവ് ഉണ്ടാകരുത്. റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, അസ്റായിലേ, എന്നാൽ എനിക്ക് മരണസമയത്ത് എൻ്റെ ഉമ്മത്തിന് മുഴുവനുള്ള വേദന എനിക്ക് നൽകണേ, ഞാനതൊക്കെ ഏറ്റുകൊണ്ട് മരിച്ചുകൊള്ളാം, എൻ്റെ ഉമ്മത്തിനെ വേദനിപ്പിക്കല്ല അസ്റായിലേ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സ്വന്തം ശരീരത്തെക്കാളും ഹബീബായ റസൂലുള്ളാഹി ഇഷ്ടം ഈ ഉമ്മത്തിനോടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ തോമസ് കാർലൈൻ പറഞ്ഞത്, the deeply emotion, അതല്ലേ തോമസ് കാർലൈൻ പറഞ്ഞത്, the natural voice of humanity and equity dwelling in this wilderness of nature. ഈ പ്രവാചകന് സ്വന്തം മനുഷ്യന്മാരെ സ്നേഹിക്കാൻ കഴിഞ്ഞ പോലെ ലോകത്തൊരു നേതാവിനും തങ്ങളുടെ അനുയായികളെ സ്നേഹിക്കാനും കഴിഞ്ഞിട്ടില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി അത് പറഞ്ഞു. റസൂലുള്ളാഹി ഇസ്രാഈൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി ഇത് പറയുമ്പോൾ ആയിഷ ബീവിയുടെ നെഞ്ചിലാണ് തലവെച്ചിരിക്കുന്നത്. വേദന സഹിക്കാൻ കഴിയാതെ കിടക്കുന്ന മെത്തയിൽ നിന്ന് എഴുന്നേറ്റു നെഞ്ചിൽ ആയിഷ ബീവിയുടെ നെഞ്ചിലേക്ക് ശിരസ് വെച്ചിട്ടിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നെഞ്ചില. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ വഴിയിലൂടെ നടന്നു പോയത്. റസൂലുള്ളാഹി മഹാനവറുകളുടെ കയ്യിലുണ്ടായിരുന്ന അറാഖുണ്ടായിരുന്നു. അറാഖിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചോ, ഇത് ആയിഷ ബീവി കണ്ടോ? ആയിഷ ബീവി റസൂലുള്ളാഹിയോട് ചോദിച്ചു, മിസ്വാക്ക് ചെയ്യണോ നബിയേ? റസൂലുള്ളാഹി തല കൊണ്ട് ആംഗ്യം കാണിച്ച പോലെ ആയിഷ ബീവി അത് അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് അറാഖ് വാങ്ങിച്ചോ. എന്നിട്ടതാ തന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചിട്ട് അതിന്റെ തലപ്പ് മിനുസപ്പെടുത്തുകയാണ്. എന്നിട്ടത് ആറാക്കെടുത്തിട്ട് റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. എന്റെ പെങ്ങളെ, ആയിഷയുടെ മഹത്വം അതാണ്. എന്റെ പെങ്ങളെ, അവസാന സമയം വരെ തന്റെ ഭർത്താവിന്റെ കൂടെ നിന്നവളാണ്. രോഗം വരുമ്പോ പ്രയാസം വരുമ്പോ ഭർത്താവിനെ വിട്ടേച്ചു പോകുന്നവളല്ല സ്വർഗത്തിന്റെ സ്ത്രീ. പ്രയാസം വരുമ്പോ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങളുടെ കൂടെ കൂടിയിട്ടാ ഞാൻ ഹലാക്കാകുന്നവൾ എന്ന് പറയുന്നവളല്ല സ്ത്രീ. അവളല്ല സ്വർഗത്തിന്റെ നായകി. ആയിഷയെ പിന്തുടർന്നവളാണ് റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യവതിയാണ്. തന്റെ ഉമ്മതീരാണ് റസൂലുള്ളാഹിയുടെ വായിലേക്ക് ഭൂമിയിൽ നിന്ന് അവസാനമായി കലർന്നത്. അതിനുശേഷം റസൂലുള്ളാഹി ഒന്നും കുടിച്ചില്ല. അപ്പോഴേക്ക് അസ്റാഈൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് മൂന്നാമതായി എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്ക് ആയിഷ ബീവിയുടെ നെഞ്ചത്ത് തലവെച്ചിരിക്കുന്ന റസൂലുള്ളാഹി ചേതനേറ്റതാ ആയിഷ ബീവിയുടെ മടിയിലേക്ക് വീഴുകയാണ്. ശിരസ് മടിയിലേക്ക് വീഴുകയാണ്. റൂഹുമായി അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. പ്രമുഖരായ പലരും അവിടെയില്ല. ആയിഷ ബീവി പൊട്ടിക്കരയാൻ തുടങ്ങി. തനിക്ക് സ്നേഹം നൽകിയ പ്രിയപ്പെട്ട ഭർത്താവാണ് പോയത്. നെഞ്ചിൽ കിടന്ന ഭർത്താവതാ മടിയിലേക്ക് കുഴഞ്ഞു വീഴുകയാണ്. ആയിഷ ബീവി കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, മോളെ, നീയാണ് എന്നോട് ചേരുന്ന ആദ്യത്തെ ആളെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ റൂഹ് അങ്ങ് പോയപ്പോ ഫാത്തിമയതാ കരയുകയാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ കരച്ചിലായി. പല പ്രമുഖരായ സ്വഹാബത്തും അവിടെ ഇല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി വരൊന്നുമില്ല. റസൂലുള്ളാഹിക്ക് സുഖമുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നവരൊക്കെ മഹാനായ ഒരു സ്വഹാബിയത ഈത്തപ്പന തോട്ടത്തിൽ ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്വഹാബി ഈത്തപ്പനയുടെ അടിയിൽ ചെന്നുകൊണ്ട് പറഞ്ഞത്, റസൂലുള്ളാഹി വഫാത്തായിരിക്കുന്നു. ഈ സ്വഹാബി ചോദിച്ചു, എന്തേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു, അടിയിൽ നിൽക്കുന്നയാൾ റസൂലുള്ളാഹി വഫാത്തായിരിക്കുന്നു. ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് അങ്ങ് ചാടിയിട്ട് ഇയാളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ പറഞ്ഞത്? അയാൾ പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹി, റസൂലുള്ളാഹി ലോകത്തോട് വിട
പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട മാത്രയിൽ പാവം തൊഴിലാളിയായിരുന്ന സ്വഹാബി ഈത്തപ്പന ഓട്ടോട്ടങ്ങളിൽ നിന്ന് ഈത്തപ്പനകളിൽ മാറി 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 ഈത്തപ്പഴം പറിച്ചിട്ട് സ്വന്തം ജീവിതത്തിന് അധ്വാനിക്കുകയും ബാക്കിയുള്ളത് ദീനിന് കൊണ്ടുപോയി മുത്ത റസൂലിന്റെ കയ്യിൽ സമർപ്പിക്കുകയും ചെയ്ത ആ സ്വഹാബിയത രണ്ട് കയ്യിലുള്ള ഈത്തപ്പഴം പറിച്ചിരിക്കുന്ന ഈത്തപ്പഴം വിദൂരത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. തന്റെ രണ്ട് കൈയും മടക്കി പിടിച്ചു. തള്ളവിരലുകൾ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് തന്റെ കണ്ണിനാഞ്ഞു കുത്തുകയാണ്. റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്ത ഈ ഭൂമിയിൽ എനിക്കൊന്നും കാണേണ്ടെന്ന് പറഞ്ഞ് കണ്ണിനാഞ്ഞു കുത്തുകയാണ്. രണ്ട് കണ്ണും പൊട്ടിപ്പോയെന്റെ സഹോദര. ആ സ്വഹാബി മരണം വരെ പിന്നെ അന്ധനായാണ് ജീവിച്ചത്. എന്തേ കാരണം? എന്റെ റസൂലുള്ളാഹി ഇല്ലാത്ത ലോകത്ത് എനിക്കാരെയും കാണണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുത്തുനബിയെ കാണാൻ കഴിയാത്ത കണ്ടുകൊണ്ട് ഇനി ഭൂമിയിൽ എനിക്ക് എന്ത് കാണാൻ ആഗ്രഹം? കണ്ണിനാഞ്ഞ് കൊത്തി രണ്ട് കൈകൊണ്ടും കണ്ണ് രണ്ടും പൊട്ടിപ്പോയി. സഹാബാക്കളാകെ വിഷമത്തിലാണ്. ഇതറിഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു ബോധരഹിതനായി കിടക്കുകയാണ്. കരളിന്റെ ഘട്ടമാണ് വേർപെട്ടു പോയത്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞ് കണ്ണുനീർ തീർക്കുകയാണ്. കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളാണല്ലോ അലി. വീട്ടിലുണ്ട്, പക്ഷെ അലി കരച്ചിലാണ്. അപ്പോഴാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ നേതാവ്, രണ്ടാമത്തെ ഭരണാധികാരി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞത് റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട് എന്ന്. ഉമർ ആശ്വാസത്തിലായിരുന്നു. നേരത്തെ റസൂലുള്ളാഹി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ റസൂലുള്ളാഹി പള്ളിയിലേക്ക് വന്നപ്പോൾ ആശ്വാസത്തിലായിരുന്നു, സുഖപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇതൊരു ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് കേട്ടപ്പോൾ ഉമർ ഞെട്ടിപ്പോയി. അപ്പോഴേക്ക് ഉമറിന്റെ ബോധം മാറി, ഉമറിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഉമർ ഇത് കേട്ട മാത്രയിൽ നേരെ ഓടി, എല്ലാ ജോലിയും വിട്ട് ചോടി നേരെ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. റസൂലുള്ളാഹി ചുറ്റുഭാഗത്തും സഹാബാക്കൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഉമറിന്റെ വരവ് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കേണ്ട സഹോദര, ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഈ ഉമർ വാളുമായി പുറപ്പെട്ടപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ പറഞ്ഞത്, റസൂലേ ഉമറാണ് വരുന്നത്, അങ്ങൊന്ന് വേക്കോട്ട് നിൽക്കോ. ഉമറിന്റെ ഉദ്ദേശം എന്താണെന്നറിയില്ല, അങ്ങൊന്ന് പിന്നിലേക്ക് നിൽക്കോ. ഉമർ 100 ഒട്ടകം മുഹമ്മദിന് തലയറുത്തിട്ട് ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞു വന്ന രംഗമായിരുന്നു അത്, ആ കാലമായിരുന്നു അത്. പക്ഷെ ഉമർ അന്ന് വന്നത് ഇസ്ലാം സ്വീകരിക്കാനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമർ എത്രമാത്രം മാറിപ്പോയെന്നറിയുമോ? സഹാബാക്കൾ മുഴുവൻ ഉമറിന്റെ വരവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഉമർ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമർ. ഈ ഉമറിനോടല്ലേ അവർക്ക് റസൂലുള്ളാഹി ചോദിച്ചത്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഉമർ റസൂലേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് നബിയെ. റസൂലുള്ളാഹി ചോദിച്ചു, എത്രമാത്രം? റസൂലേ എന്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങയോടാണ് എനിക്ക് ഇഷ്ടം. ഉമറേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. ഹബീബായ നബിയെ എന്റെ ശരീരത്തെക്കാളും ലോകത്തെല്ലാറ്റിനേക്കാളും അങ്ങയോടാണ് ഇഷ്ടം. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഉമറേ ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർണ്ണമായത്. പല തമാശയും റസൂലുള്ളാഹി പറയാറുണ്ടായിരുന്നു ഉമറിനോട്. പല കാര്യങ്ങളും ഉമറിന്റെ തീരുമാനത്തിന് റസൂലുള്ളാഹി നിൽക്കാറുണ്ടായിരുന്നു. വലിയ സ്നേഹബന്ധമായിരുന്നു. ഹബീബിന് ലോകത്തുണ്ടാവുകയില്ലെന്ന് കേട്ടപ്പോ ഉമറിന്റെ മനസ്സ് മാറിപ്പോയി. എല്ലാവരും നോക്കി നിൽക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് ഉമർ വരുന്നത്. നേരെ റൂമിലേക്ക് കയറിയിട്ട് റൂമിൽ വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് തുണയുയർത്തിയിട്ടതാ കുനിഞ്ഞു നിന്നുകൊണ്ട് ഉമർ ചുംബിക്കുകയാണ്. ഇടത്തും വലത്തും കവിളിൽ മാറി മാറി ചുംബിക്കുകയാണ്. നെറ്റിടത്തിടത്തിൽ മാറി മാറി ചുംബിക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളത്തിലൂടെ ഉമറിന്റെ കണ്ണുനീർ റസൂലുള്ളാഹിന്റെ കവിളത്തിലൂടെ പോലും ഒഴുകാൻ തുടങ്ങി. ആളുകൾ പിടിച്ചു മാറ്റി. ഉമറിനെ പിടിച്ചു മാറ്റിയപ്പോ അരയിൽ നിന്ന് വാളെന്ന് വലിച്ചൂരിയിട്ട് പറഞ്ഞു, വിടോ എന്റെ റസൂൽ വഫാത്തായിട്ടില്ല. റസൂലുള്ളാഹി ഉറങ്ങുകയാണ്. റസൂലുള്ളാഹി കണ്ണടച്ചുറങ്ങുകയാണ്. ഒരു പിതാവ് മരിച്ചെടുത്ത് വന്നിട്ട് ഒരു ചെറിയ പിഞ്ചുകുട്ടി പറയുന്ന പോലെ, ഉപ്പാ എഴുന്നേൽക്കുപ്പ, എനിക്ക് മിഠായി വാങ്ങിത്തരാൻ വരൂ. ഉപ്പാ എഴുന്നേൽക്കുപ്പ, നിങ്ങൾ എത്ര സമയമായ ഉറങ്ങുന്നുവെന്ന് ഒരു ചെറിയ കുട്ടി പറയുന്ന പോലെ തന്റെ ഇടമുള്ള
സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബ റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല, അല്പസമയം കഴിഞ്ഞ റസൂലുള്ളാഹി എഴുന്നേൽക്കും. സഹാബ റസൂലുള്ളാഹി വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാളുകൊണ്ട് ഉമർ അവന്റെ തല തെറിപ്പിച്ചു കളയും സഹാബ എന്ന് പറഞ്ഞു ഉമർ ഓടി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരുന്നത്. സിദ്ദീഖ് വന്നപ്പോഴാണ് അന്തരീക്ഷം ശാന്തമായത്. ഉമറിനെ പേടിച്ചിട്ട് ആരും മിണ്ടുന്നില്ല. ഉമർ പറഞ്ഞാൽ അത് നടപ്പിൽ വരുത്തും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരൊറ്റ പ്രസംഗം, അലാ മൻ കാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് അലാ മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ റബ്ബ് ജീവിച്ചിരിക്കുന്നുണ്ട്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് മരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞ ബോധമുണ്ടായത്. വല്ലാത്തൊരു രംഗമായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ വഫാത്താകാൻ പോകുന്ന സമയത്ത് തന്റെ മകനായ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞത്, അബ്ദുള്ള, ഞാൻ ഈ ലോകത്തിൽ മരിക്കും, എനിക്കൊരാഗ്രഹമുണ്ട്, മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് കിടക്കണമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചാലൊന്നുമില്ലെന്ന് പറയുന്നവരെ നിന്റെ തല കൊണ്ട് നിന്റെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കോ. സയ്യിദുനാ ഉമറാണ് പറയുന്നത്, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി കിടക്കണം. അത് ആയിഷയുടെ സ്ഥലമാണ്. മോനെ ആയിഷയോടൊന്ന് ചെന്നിട്ട് ഉപ്പാക്ക് ആ സ്ഥലം ഒന്ന് വിട്ടു തരുമോ എന്ന് ചോദിച്ചു നോക്ക്. ആയിഷ ബീവി ആ ചോദ്യത്തിന് മുമ്പിൽ കുഴങ്ങിപ്പോയി. ആയിഷ ബീവി വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയത്. ആയിഷ ബീവി ദൂരത്തേക്ക് പോയത്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രമൊന്നും പറയാൻ സമയമില്ല, സമയം വഴുകിയിട്ടുണ്ട്. തുടങ്ങാൻ വഴുകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി വഫാത്തായപ്പോൾ ബിലാൽ നാട് വിട്ടുപോയി. റസൂലുള്ളാഹി ഇല്ലാത്ത നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങി കൊടുക്കൂല. ശിർക്കാന്ന് പറയണ്ടേ, സ്നേഹം. റസൂലുള്ളാഹി ഇല്ലാത്ത നാട്ടിൽ ഞാൻ ഇനി വാങ്ങി കൊടുക്കും. അബൂബക്കർ പറഞ്ഞു, ബിലാലെ നിങ്ങൾ പോകരുത്, ബിലാൽ പറഞ്ഞു, റസൂലുള്ളാഹില്ലാത്ത പള്ളിയിൽ ഞാൻ ബാങ്ക് കൊടുത്തില്ല അബൂബക്കറെ, നിങ്ങൾ മറ്റാരെങ്കിലും നിശ്ചയിച്ചേക്ക്, ഞാനില്ല. റസൂലുള്ളാഹില്ലാത്ത മദീനയിലും ഞാനില്ല. ബിലാൽ പോയി കളഞ്ഞു റളിയല്ലാഹു അൻഹു. എന്തൊരു സ്നേഹമാണ് റസൂലുള്ളാഹി കൊടുത്തത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തിരിച്ചു വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞത്, യാ സയ്യിദി ബിലാൽ, എന്റെ നേതാവേ ബിലാലെ, അങ്ങൊന്ന് ബാങ്ക് കൊടുക്കുമോ? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ബാങ്ക് ഒന്ന് കേൾക്കാനാണ്. ബിലാൽ പറഞ്ഞു, ഞാൻ കൊടുക്കില്ല ഖലീഫയെ, അങ്ങനെ നിയം നിർബന്ധിപ്പിക്കരുത്. മദീനക്കാർ മുഴുവൻ ആവശ്യപ്പെട്ടു. ആ നിർബന്ധത്തിന് മുന്നിൽ ബിലാൽ വഴങ്ങേണ്ടി വന്നു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ആദ്യത്തെ ബാങ്കാണ്, റസൂലുള്ളാഹി ഇല്ലാത്ത ആദ്യത്തെ ബാങ്കാണ്. സയ്യിദുനാ ബിലാൽ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളയുടെ, റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ കേട്ടപ്പോഴേക്ക് മദീന നിവാസികൾ ബാക്കിയുള്ളവർ ഓടി വരാൻ തുടങ്ങി. റസൂലുള്ളാഹി തിരിച്ചു വന്നാണ് അവർക്ക് തോന്നിയത്. റസൂലുള്ളാഹിന്റെ കാലത്ത് കേട്ട ബാങ്കാണ്. എല്ലാവരും ഓടി വരാൻ തുടങ്ങി. പള്ളിക്ക് ചുറ്റുഭാഗത്തും ആളുകൾ തടിച്ചുകൂടി ബിലാലിന്റെ ബാങ്ക് കേൾക്കാൻ. റസൂലുള്ളാഹി തിരിച്ചു വന്നൊരു പ്രതീതി. ബിലാൽ ബാങ്ക് തുടർന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു തീർക്കാൻ ബിലാലിന് കഴിഞ്ഞില്ല. മദീന പൊട്ടിക്കരച്ചിലായി. ബിലാലിന്റെ ശബ്ദമിടറി. ബിലാൽ ബാങ്ക് നിർത്തി. അതിനുശേഷം ഖലീഫ ബിലാലിനോട് ബാങ്ക് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. സ്നേഹമായിരുന്നു എന്റെ സഹോദര, അത് ഖൽബിൽ തട്ടിയ സ്നേഹമായിരുന്നു. അതാ നമുക്ക് വേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്കുണ്ടാകരുത്. അത് ലോകത്തെ എല്ലാവരും അതിനെതിരായി നിന്നാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്നേഹം നമുക്ക് പ്രദാനം
പ്രദാനം ചെയ്യുമാറാകട്ടെ. റിളവാന തെരി ജന്നത്ത് മേ മേരാ ജി നഹീ ലഗ്താ മൈ തോ യഹാ ഗുംബദ ഖസറാ നഹീ ദേഖാ. റിളവാനെ നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക്, റിളവാനെ നിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടം എനിക്ക് നീ തുറന്നു തരണ്ട. അല്ലാമ ഇഖ്ബാൽ പാടിയതാണ്. റിളവാന തെരി റസൂലുള്ളാഹിനെ വല്ലാത്ത സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പാടിയത് മുഴുവൻ റസൂലുള്ളാഹിനെ കുറിച്ചാൽ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, 20-ാം നൂറ്റാണ്ടിന്റെ തത്വചിന്തകനാണ് ബിലാൽ. പാടുന്നത് മുഴുവൻ റസൂലുള്ളാഹിനെ കുറിച്ചാ. നമ്മൾ പാടാറുള്ളതോ അമ്മായി പരത്തി വെച്ച അപ്പത്തരത്വത്തെ കുറിച്ച്. അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ ഏറ്റവും വരെ ശരീരത്തിന്റെ അവയവങ്ങൾ വിളിച്ചു വർണ്ണിക്കുന്ന തമ്മാടി തരത്തിന്റെ പാട്ടല്ലേ വിവാഹത്തിന്റെ വേളകളിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് പാടാറുള്ളത്? എന്ത് ഇസ്ലാമാണ്, എന്ത് മുസ്ലിമാണ്, എന്ത് റസൂലുള്ളാഹിന്റെ ആളാണെന്ന എന്തൊരു അഹന്തയാണ് നമ്മൾ നടിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കണ്ട ഇതൊരു ചെറിയ കാര്യമാണെന്ന് വിചാരിക്കണ്ട. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ 12 ദിവസത്തെ പരിപാടി കൊണ്ട് ഈ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഹറാമിന്റെ തമ്മാടിത്തരത്തിന്റെ പാട്ടുണ്ടാകരുത്. ഇതാണ് ഈ 11 ദിവസത്തിന്റെ സന്ദേശം. അതെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ടാൽ ഈ നെഞ്ച് പൊട്ടിച്ചത് വിജയമായി, ഈ തൊണ്ട വലിച്ചു കീറിയത് വിജയമായി, ഈ നാവ് ചലിച്ചത് വിജയമായി, നിങ്ങൾ ഈ 12 ദിവസവും ഈ സദസ്സിലേക്ക് ഓടി വന്നത് വിജയമായി. നമ്മളൊക്കെ പേരിലല്ലേ അത് ദീനെന്ന് പറഞ്ഞാൽ മുല്ലാരോട് പറയും, മുല്ലാർ പള്ളിയിലെ പണിയെടുത്താൽ മതി, മറ്റു ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയെ സ്നേഹിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനിപ്പിക്കാൻ സമയം വൈകിയിട്ടുണ്ട്. തുടങ്ങാൻ വൈകിയതാണ് അതിന്റെ കാരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഇത്ര അനുകൂലമായി ഈ സാഹചര്യം സംസാരിക്കാൻ ഒരുക്കി തരുമെന്ന് നമ്മൾ പോലും വിചാരിക്കാത്തതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസവും നമുക്ക് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകി. ഇതുപോലെ അടുത്ത വർഷങ്ങളിലും അടുത്ത ദിവസവും നമുക്ക് സംസാരിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ആരുടെയും നില ഗുരുതരമാക്കല്ല തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, അവർക്കൊക്കെ ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീഖ് നൽകുന്നു. പടച്ചോനെ, ഞങ്ങൾക്കൊരു വേദനയാണ്. അവർക്ക് നീ എന്താണ് അതിൽ ഖൈർ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ച റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാരാണ്. പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മമാരാണ്. പടച്ച റബ്ബേ, അവർക്ക് നീ സുഖം നൽകണമേ തമ്പുരാനെ. അവർക്ക് നീ സുഖം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ അതിൽ വിഷമിക്കേണ്ടതില്ല. യുദ്ധത്തിന് പോയപ്പോൾ ആ ജീവൻ പോയത് കാരണം എന്താ? യുദ്ധം അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ആ ജീവൻ പോയതും കഴുത്തറക്കപ്പെട്ടതും റബ്ബിന് സാക്ഷിയാകും. അല്ലാഹുവേ, പടച്ച റബ്ബേ, അതുപോലെ ഈ കാലഘട്ടത്തിൽ വാലിനൊന്നും ദീനി കേൾക്കാൻ പാടില്ലാത്ത കാലഘട്ടത്തിൽ ആവേശത്തോടെ നടന്നു വന്ന ഉമ്മമാരാണ്. പടച്ചോനെ, അവരുടെ പരിക്കാഹരത്തിലേക്ക് നീ സാക്ഷിയാക്കി മാറ്റി കൊടുക്കണമേ അല്ലാഹുവേ. ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. മറിച്ചൊന്നും ഞങ്ങളെ നീ കേൾപ്പിക്കല്ല തമ്പുരാനെ. മറിച്ചൊന്നും ഞങ്ങളെ നീ കേൾപ്പിക്കല്ല റബ്ബേ. മറിച്ചൊന്നും ഞങ്ങളെ നീ കേൾപ്പിക്കല്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഈ സദസ്സിൽ വെച്ച് പറയുന്നു, ആമീൻ, നീ കബൂൽ ചെയ്യണേ. ശരീരത്തിന്റെ എല്ലാ അവയവവും തന്നത് നീയാണ്. അതുള്ള സ്ഥലത്ത് ഫിറ്റ് ചെയ്തതും നീയാണ്. കാല് നീ തലയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കാല് തലയിലാകുമല്ലോ. പടച്ചോനെ, അതിനെന്തെങ്കിലും കേടുപറ്റിയാൽ അത് ശരിപ്പെടുത്താൻ നിനക്കേ കഴിയൂ. ആ 4 ഉമ്മ ഞങ്ങളെക്കാളും ഉത്തമരാണ്. ഞങ്ങൾക്കൊരു തെളിവുമില്ല ഇതൊന്നും അവതരിപ്പിക്കാൻ ശരീരത്തിൽ. അവർക്ക് ഇവരുടെ ശരീരത്തിൽ ഒരു രേഖയുണ്ടാക്കി പടച്ചോനെ പെട്ടെന്ന് സുഖപ്പെടുത്ത റബ്ബേ. ഈ സദസ്സിന്റെ ആഗ്രഹത്തിനെതിരായി പടച്ച റബ്ബേ, ഒരു വിധി ഉണ്ടായെന്ന് കേൾക്കാനുള്ള അവസരം നീ ഉണ്ടാക്കല്ല തമ്പുരാനെ. അതേപോലെ ഒരു സഹോദരി സദസ്സിലേക്ക് വന്നപ്പോൾ മഴ പെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എന്താ അറിയില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, 10